അഭിവന്ധ്യ തിരുമേനിമാരെ, ആദരണീയരായ വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ ഇന്ന് ഒരാത്മീയ വിരുന്നിൻ്റെ വിഭവമായി നമ്മൾ എടുക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ പ്രകാരമാണ് നമ്മളവിടെ വായിക്കുക. യേശു പതിവ് പോലെ ഗെത്സമേനി എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെ കൂട്ടിക്കൊണ്ട് ഗെത്സമേൻ തോട്ടത്തിലേക്ക് യേശു പുറപ്പെട്ടു. അവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി അവൻ മുട്ടുകുത്തി തീവ്രവേദനയിൽ പ്രാർത്ഥിച്ചു. അവനെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ ദൈവം അയച്ചു. കഠിനവേദനയിൽ അവൻ്റെ രക്തം വിയർപ്പ് തുള്ളികൾ പോലെ നിലത്ത് വീണു. പ്രാർത്ഥന കഴിഞ്ഞ് അവൻ എഴുന്നേൽക്കുമ്പോൾ ശിഷ്യന്മാർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. യേശു പറഞ്ഞു, 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രാർത്ഥനയുടെ ഒരു മാതൃക കർത്താവായ യേശു നമുക്ക് തരികയാണ്. വിശുദ്ധ ബൈബിളിൽ ക്രിസ്തുനാഥനെക്കുറിച്ച് ഒരു ടൈം ടേബിളേ പറയുന്നുള്ളൂ. അവൻ പതിവ് പോലെ കാപ്പ് കുടിക്കാൻ പോയി, അവൻ പതിവ് പോലെ TV കാണാൻ പോയി, അവൻ പതിവ് പോലെ പത്രം വായിക്കാൻ പോയി. അങ്ങനെ ഒരു ടൈം ടേബിളില്ല. യേശുവിനെക്കുറിച്ച് ഒരു ടൈം ടേബിളേ ഉള്ളൂ. അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. യേശുവിൻ്റെ ഒരു പതിവായിരുന്നു പ്രാർത്ഥന. നമ്മളോടൊക്കെ പറയുന്നു, ഈ പ്രാർത്ഥനയുടെ പതിവ് നമ്മൾ തെറ്റിക്കരുത്. സന്ധ്യാപ്രാർത്ഥനയുടെ പതിവ്, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവ്, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പതിവ്, ഈ പതിവ് തെറ്റുമ്പോഴാണ് കുടുംബങ്ങളും മറ്റും തകരുക. ഇന്ന് പലരും പറയൂ, പഴയതുപോലെ നല്ല അച്ഛന്മാരില്ല, പഴയതുപോലെ നല്ല സിസ്റ്റർമാരില്ല, പഴയതുപോലെ നല്ല അധ്യാപകരില്ല, എൻജിനീയേഴ്സില്ല, ഡോക്ടേഴ്സില്ല. ഒറ്റ മറുപടിയേ ഉള്ളൂ, പഴയതുപോലെ നല്ല അപ്പന്മാരില്ല, പഴയതുപോലെ നല്ല അമ്മമാരില്ല, പ്രാർത്ഥിക്കുന്നവർ കുറവ്. പണ്ടൊക്കെ നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് കേട്ടാൽ നമുക്ക് രോമാഞ്ചം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, സുഭാഷ് ചന്ദ്രബോസ്, പേര് കേട്ടാൽ രോമാഞ്ചം. ഇന്ന് ചില നേതാക്കന്മാരുടെ പേര് കേട്ടാൽ ഉള്ള രോമം കൂടെ കൊഴിഞ്ഞു പോകും. കാരണം പഴയതുപോലെ നല്ല അപ്പന്മാരില്ല, പഴയതുപോലെ നല്ല അമ്മമാരില്ല, പഴയതുപോലെ പ്രാർത്ഥിക്കുന്നവരില്ല. പ്രാർത്ഥന കുറയുമ്പം രാഷ്ട്രീയത്തിലും സഭയിലും സമൂഹത്തിലും സമുദായത്തിലും അപജയങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ആ പതിവിലേക്ക് തിരിച്ചു പോവുക. യേശു പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. ഒരു കാര്യം നമുക്കറിയാം, യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ ആദ്യം 72 പേരെ ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ അയച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം. 72 പേരെയാണ് വചനം പ്രഘോഷിക്കുവാൻ യേശു ആദ്യം അയച്ചത്. കാരണം കർത്താവ് ഉറച്ചു, ഇത്രയും പേര് ഒരുമിച്ച് പ്രസംഗിച്ചാൽ 3 വർഷം കൊണ്ട് ജെറുസലേം, യൂദയ, സമറിയ, ലോകം മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ മഹത്വം എത്തിക്കാൻ പറ്റും. അതിന് 72 പേരെ തൻ്റെ അപ്പസ്തോലന്മാരായിട്ട് യേശു നിയോഗിച്ചു. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, 72 ഒരുമിച്ച് കൂടിയാൽ ഒരു കാര്യവും നടക്കുകയില്ല. കാരണം പലരും കൂടി തല്ലിയാൽ പാമ്പ് ചാകുകയില്ല. അതുകൊണ്ട് 72-ൽ നിന്ന് യേശു 12 പേരെ മാറ്റിയെടുത്തു, 60 പേരെ മാറ്റിവിട്ടു. ഈ 12 പേരെ തന്നെ പ്രിയപ്പെട്ട സ്ത്രീഹന്മാരായി യേശു അയക്കുകയാണ്. ഈ 12 പേരുടെ കൂടെ കുറേ നാൾ താമസിച്ചപ്പം ഈ കർത്താവിന് പിന്നെയും പിടികിട്ടി 12 എണ്ണമാണേലും സ്വഭാവം 24. പൈസയുടെ കിലുക്കം കേൾക്കുമ്പം പുറകെ വിടുന്ന യൂദാസ്, അല്പം തീവ്രവാദിയായ ശിമയോൻ, ഒരു ഞെടിപ്പിലെ 2 ചക്ക പോലെ ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിച്ച സെബദീപുത്രന്മാർ, 12 എണ്ണം 24 സ്വഭാവം. യേശു 12-ൽ നിന്ന് 9 മാറ്റിയിട്ട് 3 പേരെ തിരഞ്ഞെടുത്തു. വളരെ കോർ ഗ്രൂപ്പ് പോലെ 3 പേര്. അതായിരുന്നു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേരെ കൂട്ടിക്കൊണ്ടാണ് പ്രധാന സ്ഥലത്തെല്ലാം യാത്ര. രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ മത്തായി 17-ൽ യേശു കയറിയത് ഈ 3 പേരെയും കൊണ്ടാണ്. ഇവിടെ ഗെത്സമേൻ തോട്ടത്തിൽ പോവുക ഈ 3 പേരെയും കൊണ്ടാണ്. പക്ഷെ അവസാനം തമ്പുരാന് പിടികിട്ടി, ഈ 3 പേരോടും മുഴുവൻ കാര്യം പറയാൻ പറ്റുകയില്ല. ചില കാര്യം സ്വർഗത്തിലെ അപ്പനോട് മുട്ടുകുത്തി ഒറ്റയ്ക്ക് പറയണം. അതുകൊണ്ട് അവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നാണ് പറയുക.
ഒരു കല്ലേറ് ദൂരെ മാറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 46:10. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചു. ഒരു കാര്യം കർത്താവ് പഠിപ്പിക്കുന്നത്, ലോകത്തിലെ എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ചില കാര്യം തമ്പുരാനോട് മാത്രം പറയാവുന്ന ചില കാര്യം മനുഷ്യജന്മത്തിൽ നമുക്കൊക്കെയുണ്ട്. ഭൂമിയിൽ സകലരോടും സകല കാര്യം പറയരുത് ദൈവം പോലും ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഒരു ഭർത്താവിന് ഭാര്യയോട് പോലും പറയാൻ മേലാത്ത ചില കാര്യം കാണണം. അത് തമ്പുരാൻ മാത്രം കേട്ടാൽ മതി, പെമ്പറന്നോത്തി കേൾക്കേണ്ടാവും. ചില പെണ്ണുങ്ങൾക്ക് കാണും കെട്ടിയവനോട് പോലും പറയാൻ പറ്റാത്തത്, അത് കെട്ടിയവൻ കേൾക്കേണ്ട, തമ്പുരാൻ കേട്ടാൽ മതി. ഒറ്റയ്ക്ക് ദൈവത്തിന് മുമ്പിൽ, പിതാവിന് മുമ്പിൽ മുട്ടുകുത്തി യേശു പ്രാർത്ഥിക്കുകയാണ്. ഒറ്റയ്ക്ക് മുട്ടുകുത്തി. എത്ര ദൂരം? ഒരു കല്ലേറ് ദൂരം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാത്രിയിൽ വചനം ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഒരു സംശയം തോന്നാം. അച്ഛാ, ഒരു കല്ലേറെന്ന് വെച്ചാൽ എത്ര ദൂരമാണ്? ഉത്തരം കൃത്യമാണ്. എറിയുന്നവൻ്റെ ഊര് പോലെയാണ് ദൂരം. 20 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 500 മീറ്റർ, 5 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 25 മീറ്റർ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ വളരണോ, ചില മനുഷ്യരിൽ നിന്നും എന്നും അകന്നു നിൽക്കാൻ പഠിക്കണം. എല്ലാവരോടും ഒട്ടാൻ പോയാൽ ദൈവത്തോട് പറ്റാൻ ഒരിക്കലും പറ്റുകയില്ല. ദൈവത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നവർ ചില മനുഷ്യരിൽ നിന്നും അകലണം. പിണക്കവും വെറുപ്പുമായിട്ടല്ല. സംസാരിക്കുമ്പോൾ പരിഹസിച്ച് പുച്ഛിക്കുന്ന ഒരു ഭർത്താവിനോട് ദൈവകാര്യം പറയാൻ ഒരു ഭാര്യ പോകരുത്. അവനിൽ നിന്നും ഒരു കല്ലേറ് ദൂരം പാലിക്കണം. ശ്രദ്ധിച്ച് കേട്ടോണം, ദൈവകാര്യം പറയുന്ന കാര്യത്തിൽ മാത്രം ഒരു കല്ലേറ് ദൂരം പാലിക്കണം. ഇനി ദൈവകാര്യം പറഞ്ഞാൽ പരിഹസിക്കുന്ന ഭാര്യയാണോ, അവളിൽ നിന്നും ഒരു കല്ലേറ് ദൂരം ഭർത്താവ് മാറണം. കാരണം നമ്മുടെ നിത്യവിധിയാളെന്ന് മുമ്പിൽ നിൽക്കുമ്പം ഒരു കെട്ടിയവനും പകരക്കാരനായിട്ട് വരികയില്ല, ഒരു ഭാര്യയും പകരക്കാരിയായി വരികയില്ല, ഒരു സുഹൃത്തും പകരക്കാരനായി വരില്ല. ദൈവത്തിന് മുമ്പിൽ ഞാനും ദൈവവും മുഖാമുഖമെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന കാലത്തോളം ദൈവവുമായി വ്യക്തിപരമായൊരു ബന്ധം പുലർത്തുക. അവൻ ഒരു കല്ലേറ് ദൂരം മാറി. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നിടത്ത് ആവർത്തിക്കുന്ന ഒരു വചനമുണ്ട്. അവൻ വള്ളത്തിൻ്റെ അമരത്തിരുന്ന് പഠിപ്പിച്ചു, പക്ഷെ അവൻ്റെ വള്ളം തീരത്തു നിന്നും അല്പം ദൂരത്തായിരുന്നു. അവൻ വള്ളത്തിൻ്റെ അമരത്തിരുന്ന് പഠിപ്പിച്ചു, പക്ഷെ അവൻ്റെ വള്ളം തീരത്തു നിന്നും അല്പം ദൂരത്തായിരുന്നു. എല്ലാവരുടെയും കൂടെയാണ്, പക്ഷെ അടുക്കുമ്പം ഒരു പ്രത്യേകത. യേശുവിനെക്കുറിച്ച് ജനം പറഞ്ഞതാ, അവൻ നമ്മുടെ തുണി ഉടുക്കുന്നു, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ഭാഷ സംസാരിക്കുന്നു, നമ്മുടെ പാർപ്പിടങ്ങളിൽ അന്തി ഉറങ്ങുന്നു, പക്ഷേ അവനോട് അടുക്കുമ്പം എന്തോ പ്രത്യേകത. ഇന്ന് നമ്മളെക്കുറിച്ച് പറയും, അവൻ്റേതല്ലാത്ത പ്രത്യേക ഭാഷ സംസാരിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, എല്ലാ പ്രത്യേകതയുണ്ട്, പക്ഷേ അടുക്കുമ്പം കണക്കാ. ഇതാണ് നമ്മളെക്കുറിച്ച് പറയുക. കാരണം ഒരു കല്ലേറ് ദൂരം മാറി പ്രാർത്ഥനയുടെ ഒരു ചരിത്രം ഉള്ളിൽ സൂക്ഷിക്കുന്നവന് പ്രത്യേകതയുണ്ട്. ഇനി നമ്മൾ ചില ചിന്തകൾ പ്രാർത്ഥനയുമായി ചേർത്ത് വെച്ച് ഈ രാത്രിയിൽ കാണുന്നു. ഒന്നാമത്തെ ചിന്ത, നാളെ എനിക്കൊരു കുരിശുണ്ടെങ്കിൽ, നാളെ എനിക്കൊരു കാൽവരി ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥന രക്തം വിയർക്കുന്ന അനുഭവമായിരിക്കും. ഇന്ന് നമ്മളിൽ പല ആൾക്കാർക്കും കടുകുമണിയോളം വിശ്വാസമില്ല. കാരണം മാറാൻ മലയില്ല. മാറാൻ മലയുള്ളവർക്ക് കടുകുമണി പോലെ പൊള്ളയല്ലാത്ത ഡെപ്തുള്ള ഒരു വിശ്വാസമുണ്ടായിരിക്കും. നാളെ ഒരു കുരിശുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി ഉണ്ടെങ്കിൽ പ്രാർത്ഥന രക്തം വിയർക്കുന്ന സമയമായിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കുകയെ, വയറ്റിൽ ഒരു മുക്കൽ, ഒരു മൂളൽ, അള്ളിപ്പിടുത്തം, കൊളുത്തിപ്പിടുത്തം. ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുക, നാളത്തെ പരിശോധന കഴിഞ്ഞ് പറയാം ക്യാൻസർ ആണോ അല്ലയോ. എങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് എന്തോ ആവേശമായിരിക്കും. കുർബാന അർപ്പിക്കുമ്പം എന്തോ ഒരു ഉണർവായിരിക്കും. നാളെ കുരിശുണ്ടെങ്കിൽ, നാളെ കാൽവരി ഉണ്ടെങ്കിൽ രക്തം വിയർക്കുന്ന അനുഭവം. വീട്ടിൽ അപ്പനോ അമ്മയ്ക്കോ മാരകമായ രോഗമെന്ന് കേട്ടാൽ മക്കൾക്ക് പ്രാർത്ഥന രക്തം വിയർക്കുന്ന അനുഭവം. കുഞ്ഞുങ്ങൾക്കൊരു പരീക്ഷ, ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രാർത്ഥന രക്തം വിയർപ്പിക്കുന്ന അനുഭവം. നാളെ ഒരു കുരിശുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി ഉണ്ടെങ്കിൽ പ്രാർത്ഥന രക്തം വിയർപ്പിക്കുന്ന അനുഭവമായിട്ട് മാറും. നാളെ കുരിശില്ലെങ്കിൽ, നാളെ കാൽവരി ഇല്ലെങ്കിൽ പ്രാർത്ഥന ഉറങ്ങുന്ന സമയമായിട്ട് മാറും. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പം പുറകിൽ നിന്നും ഒരു ശബ്ദം, തിരിഞ്ഞു നോക്കുമ്പം തടിലോറി
പസ്കീറിൽ കയറ്റം കയറുന്ന പോലെ ഒരരപ്പ്. ആദ്യത്തെ ശിഷ്യപ്രമുഖൻ കൂർക്കം വലിക്കുന്ന ശബ്ദമാണ് പത്രോസും കൂട്ടരും. യേശു ചോദിച്ചു, 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? 1 മണിക്കൂർ സമയം. നാളെ എനിക്ക് കുരിശില്ലെങ്കിൽ, നാളെ എനിക്ക് കാൽവരിയില്ലെങ്കിൽ പ്രാർത്ഥന ഉറക്കത്തിൻ്റെ മയക്കത്തിൻ്റെ സമയം. അച്ഛന്മാർക്ക് പോലും അറിയാം അത്. ചില ആൾക്കാർ വന്ന് പറയും, എൻ്റെ അച്ഛാ ഉറങ്ങാൻ പറ്റുന്നില്ല. ഉടനെ കൊടുക്കുന്ന മറുപടി എന്താ? മക്കളെ, പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നാൽ മതി. കാരണം അച്ഛന് പോലും ഉറപ്പാണ്, പ്രാർത്ഥന തുടങ്ങിയാൽ ഉറക്കം ഉടനടി കടന്നു വരും. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം, ചിലർക്ക് അച്ഛന്മാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കം. ഒരു പ്രായമുള്ള അമ്മച്ചി രാത്രി 10:30 വികാരിയച്ഛനെ ഫോണിൽ വിളിച്ചു. അച്ഛൻ ചോദിച്ചു, എന്നാ അമ്മച്ചി 10:30? എൻ്റെ അച്ഛ ഉറക്കഗുളിക ഒരെണ്ണം എടുത്തു, ഇഞ്ചക്ഷനും ഒന്നെടുത്തു, പക്ഷെ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ചോദിച്ചു, ഞാനെന്നാ ടെലിഫോണിൽ കൂടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കണം? ഉടനെ അമ്മച്ചി പറഞ്ഞു, വേണ്ട അച്ഛാ, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ ആ പ്രസംഗം ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കാവും. അപ്പം അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കം. ചിലർക്ക് ധ്യാനം കൂടുമ്പോൾ ഉറക്കം. ഒരച്ഛൻ ഇങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു ചേട്ടൻ ധ്യാനഹോളിൽ നിന്ന് പുറത്തേക്ക് നടന്നുപോയി. അച്ഛൻ പറഞ്ഞു, എന്നെ അവഹേളിച്ച് ഇറങ്ങിപ്പോകുന്ന ആരായാലും ഒരു കാലത്തും ഗതി പിടിക്കുകയില്ല, ഓർത്തോണം. ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുമ്പോട്ട് കയറി വന്ന് പറഞ്ഞു, അച്ഛാ, മനസ്സാ വാചാ കർമ്മണ പള്ളിയെയും പട്ടക്കാരെയും പരിഹസിക്കുന്ന രീതിയില്ല, ഒരു അസുഖം ഉള്ളതുകൊണ്ട് നടന്നു പോയതാ. അച്ഛൻ ചോദിച്ചു, എന്നെ അസുഖമാണ്? എൻ്റെ പൊന്നച്ഛ, ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ്. ചിലർക്ക് ധ്യാനം കൂടുമ്പോൾ ഉറക്കം. ഒരു ചേട്ടൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ വരും. 75 വയസ്സ് പ്രായമുള്ള ഒരച്ചായൻ പള്ളിയിൽ വന്നു. അച്ഛൻ പ്രസംഗം തുടങ്ങുമ്പം ചാരി ബെഞ്ചെ മലന്ന് കിടന്ന് ഈത്തായും മാറ്റി ഉറക്കത്തോടുറക്കം. അച്ഛൻ ഇയാളെ കയറുമ്പം ചൊറിഞ്ഞ് കയറുന്ന അരിശവാ. അപ്പം ഈ മനുഷ്യൻ 8 വയസ്സുള്ള കൊച്ചുമോനെയും കൂടെ കൂടുതൽ കൊണ്ടുവരും. വികാരിയച്ഛൻ കുർബാനയ്ക്ക് മുമ്പ് ഇവന് എല്ലാ ഞായറാഴ്ചയും 5 രൂപ പോക്കറ്റ് മണി കൊടുക്കും. കപ്പലണ്ടി മുട്ടായി മേടിച്ച് നിന്നു. ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ, ഇന്നലെ വല്യപ്പൻ ഉറങ്ങി തുടങ്ങുമ്പം എളിക്കിട്ട് കുത്തി ഒന്ന് എഴുന്നേൽപ്പിച്ചേക്കണം. അവൻ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചു 6 മാസം. 6 മാസം കഴിഞ്ഞ് ഞായറാഴ്ച പതിവ് പോലെ അച്ഛൻ 5 രൂപ പോക്കറ്റ് മണി കൊടുത്തു. അച്ഛൻ പ്രസംഗം തുടങ്ങി. അച്ചായൻ മലന്ന് കിടന്ന് ഉറങ്ങാനും തുടങ്ങി. ഇവൻ പൈസയും മേടിച്ചിട്ട് വല്യപ്പൻ്റെ ഉറക്കം കണ്ട് ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുക. കുർബാന കഴിഞ്ഞ് അച്ഛൻ ഒരു നെല്ലിയുടെ കമ്പെടുത്ത് ഇവനോട് 3-4 അടി കൊടുത്തിട്ട് പറയടാ, മേടിക്കുന്ന കാശിന് ആനുപാതികമായി പണിയെടുക്കണം. നീ 5 രൂപ മേടിച്ചിട്ട് എന്തേ നിൻ്റെ വല്യപ്പനെ എഴുന്നേൽപ്പിക്കാതിരുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ തല്ലരുത്. വല്യപ്പൻ പറഞ്ഞായിരുന്നു വിളിക്കാതിരിക്കുകയാണ് 10 രൂപ തരാമെന്ന് വല്യപ്പൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലക്ക് പ്രസംഗത്തിൽ ഉറക്കം, പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം. നാളെ കുരിശില്ലെങ്കിൽ, നാളെ കാൽവരിയില്ലെങ്കിൽ പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം, മയക്കത്തിൻ്റെ സമയം. ഇനി രംഗൻ 2 ദുഃഖവെള്ളി, വെള്ളിയാഴ്ച, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ വെള്ളിയാഴ്ച. രംഗം 1 ഗത്സമേൻ തോട്ടമാണ്, രംഗൻ 2 കാൽവരിക്കുന്നാണ്. അവിടെ 2 കൂട്ടർ കാൽവരിയുടെ മുകളിലേക്ക് കടന്നു വന്നു. ഒന്ന്, ഗത്സമേൻ കടക്കാതെ പ്രാർത്ഥിച്ചൊരുങ്ങാത്ത 2 കള്ളന്മാർ കാൽവരിയിൽ വന്നു. ഈ 2 കള്ളന്മാർ കാൽവരിയിൽ വന്നപ്പോൾ കയ്യിൽ ആണിയടിച്ചപ്പോൾ അവർ മലന്ന് കടന്ന് കാർക്കിച്ചു തുപ്പി പുളിച്ച തെറി വിളിച്ചു കാല് പറിച്ച് തൊഴിക്കാൻ നോക്കി. കാരണം പ്രാർത്ഥിക്കാത്ത ആൾക്കാർക്ക് കുരിശുകളും വേദനകളും അപമാനങ്ങളും നിന്ദനങ്ങളും വരുമ്പോൾ അത് മുറുമുറുപ്പും പിറുപിറുപ്പും ശാപവാക്ക് പറയുന്ന നിമിഷങ്ങളായിട്ട് മാറും. അവർ ഗത്സമേനി കടന്നിട്ടില്ല, പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടില്ല. പ്രാർത്ഥിച്ചൊരുങ്ങാത്ത മനസ്സോടെ കടന്നു വന്നപ്പോൾ തകർച്ചകൾ, നൊമ്പരങ്ങൾ, കുരിശുകൾ മുറുമുറുപ്പും പിറുപിറുപ്പുമായി അവർ നേരിട്ടു. രണ്ടാമത് വന്നത് ഗത്സമേൻ കടന്ന് കാൽവരി ക്രൂശിൽ വന്ന ക്രിസ്തുവാണ്. പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് വന്നതാ. കയ്യിൽ ആണിയടിച്ചപ്പോൾ, കാലിൽ ആണിയടിച്ചപ്പോൾ കുരിശിൽ കിടന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ക്രിസ്തു പറഞ്ഞു, പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കാരണം പ്രാർത്ഥിച്ചൊരുങ്ങിയവർക്ക് കുരിശ് 2 തടിക്കഷ്ണങ്ങൾ നെടുകയും കുറുകയും വെച്ചതല്ല, പിന്നെയോ കുരിശ് പിതാവായ ദൈവം വിരിച്ചു പിടിച്ച കരമായിരുന്നു. പിതാവായ ദൈവം വിരിച്ചു പിടിച്ച കരമായിരുന്നു. എങ്കിൽ ഈ കൺവെൻഷൻ്റെ ഈ രാത്രിയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുന്നവരാണോ പ്രാർത്ഥിക്കാത്തവരാണോ എന്നറിയാൻ ഒരു ഉരകല്ലേ ഉള്ളൂ. പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് ക്യാൻസർ വന്നാൽ, കടബാധ്യത വന്നാൽ, സൽപ്പേര് തകർന്നാൽ, സാമ്പത്തിക നഷ്ടം വന്നാൽ, ആ തകർച്ചയ്ക്കും വ്യക്തിക്കുമിടയിൽ വെറുതെ ഒരു കുരിശ് മാത്രം കണ്ടെത്തും. എന്തു വന്നാലും പ്രഭോ, എന്തൊരു കുരിശ്, എന്തൊരു ശല്യം, എന്തൊരു ഭാരം.
പക്ഷെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ക്യാൻസർ വന്നാൽ, കടബാധ്യത വന്നാൽ, സൽപ്പേര് തകർന്നാൽ, എല്ലാം നഷ്ടപ്പെട്ടാൽ വെറും കുരിശല്ല കണ്ടെത്തുക, ആ വ്യക്തിക്കും കുരിശിനുമിടയിൽ ക്രൂശിതനായ മിശിഹായെ കണ്ടെത്തും. ജീവിതത്തിൻ്റെ തകർച്ചകളിൽ വെറുതെ കുരിശ് കണ്ട് കുരിശെന്നും പറഞ്ഞ് ശപിക്കുന്നവരാണോ, അതോ ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ട് രക്ഷയുടെ അനുഭവത്തിൻ്റെ തലങ്ങളിലേക്ക് കടന്നു നിൽക്കുന്നവരാണോ? അപ്പം ഈ ഒരു ചിന്ത ഗത്സമേൻ തോട്ടം നമുക്കായിട്ട് തരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയോട് വലിയൊരു ആഭിമുഖ്യം നമ്മൾ പുലർത്തണം. കർത്താവായ യേശു പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. തൻ്റെ പ്രബോധനത്തിൽ യേശു പ്രാർത്ഥനയുടെ 3 സ്റ്റെപ്പുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പേര് തന്നെ പ്രാർത്ഥനയുടെ സുവിശേഷം എന്നാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ പേര് പ്രാർത്ഥനയുടെ സുവിശേഷം. 5 പേരുകളിലാണ് അറിയപ്പെടുക. ലൂക്കായുടെ സുവിശേഷം: 1 സ്ത്രീകളുടെ സുവിശേഷം, 2 പാപികളുടെ സുവിശേഷം, 3 ജോഡികളുടെ സുവിശേഷം. ഒരു ജോഡി ആൾക്കാരെ കാണിക്കും, ഒരാളുടെ കുറവും മറ്റേയാളുടെ നന്മയും, മർത്തായും മറിയവും, പരിസേനും ചുങ്കക്കാരനും, ധനവാനും ലാസറും, മൂത്തപുത്രനും ധൂർത്തപുത്രനും. ഒരാളുടെ കുറവും മറ്റേയാളുടെ നന്മയും കാണിക്കും. അപ്പോൾ ഇത് സ്ത്രീകളുടെ സുവിശേഷം, പാപികളുടെ സുവിശേഷം, ജോഡികളുടെ സുവിശേഷം, ഇന്നിൻ്റെ സുവിശേഷം, ഇന്ന് രക്ഷ എന്ന് പഠിപ്പിക്കുന്ന സുവിശേഷം. നിങ്ങൾക്കായ രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു, ഇന്ന് തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു, ഇന്ന് രാത്രി നിൻ്റെ വീട്ടിൽ താമസിക്കും, ഇന്ന് നീ എന്നോടുകൂടി പരദേശയിലായിരിക്കും. അപ്പോൾ ഇന്നിൻ്റെ സുവിശേഷം. 5 പ്രാർത്ഥനയുടെ സുവിശേഷം. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു സക്കറിയായുടെ ദേവാലയ പ്രാർത്ഥന. 24-ാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നു എമ്മാവു ശിഷ്യന്മാർ തിരിച്ചു വന്ന് ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം തുടങ്ങുന്നത് പ്രാർത്ഥനയിൽ, അവസാനിക്കുന്നതും പ്രാർത്ഥനയിൽ. ഇവിടെ പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകൾ യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങളിൽ. ലൂക്കോസ് 11, 9 മുതൽ 11 വരെ വാക്യങ്ങളിൽ അവിടെയാണ് പറയുക പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകൾ. 1 ശരീരത്തിലെ പ്രാർത്ഥന, 2 മനസ്സിലെ പ്രാർത്ഥന, 3 ആത്മാവിലെ പ്രാർത്ഥന. 3 പ്രാർത്ഥനകൾ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. 1 ശരീരത്തിലെ പ്രാർത്ഥന. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് പ്രാർത്ഥനയുടെ LKG അല്ലെ UKG എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് പോയിൻ്റ്. പലപ്പോഴും വയസ്സ് 90 ആയാലും നമ്മൾ ഈ LKG തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും സഭാ അംഗങ്ങളുടെ ഒരു പ്രത്യേകത. പ്രാർത്ഥിക്കാൻ പോകുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പള്ളിയിൽ പോകുന്നത് തമ്പുരാന് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതും ദൈവം തമ്പുരാന് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇങ്ങോട്ടൊന്നും കേൾക്കുകയില്ല, അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമേ, നാളെ കൊച്ചിൻ്റെ പരീക്ഷയാണ്, മറക്കല്ല കേട്ടോ. എനിക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, ഉപേക്ഷിക്കില്ല കേട്ടോ. കടബാധ്യതയുണ്ട്, ഇട്ട് കളയല്ല കേട്ടോ. അറിയിപ്പ് കൊടുക്കും. അറിയിപ്പ് കൊടുത്തു കഴിയുമ്പം പ്രാർത്ഥന ബോറായി. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കും, കറങ്ങുന്ന ഫാന്, പറക്കുന്ന കോഴി, കരയുന്ന കൊച്ച്, നിരങ്ങുന്ന കസേര, ശ്രദ്ധ മാറിപ്പോകും. അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി പള്ളിയിൽ ചെല്ലും. ഇപ്പം പ്രാർത്ഥനയുടെ 1-ാമത്തെ സ്റ്റേജാണ് ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവുക. അത് ഏറ്റവും ഗ്രേഡ് കുറഞ്ഞ പ്രാർത്ഥനയാണ്. എന്നാലും ആ പ്രാർത്ഥനയും ദൈവം കേൾക്കും, ദൈവം ഉത്തരം തരും. 21 വയസ്സുള്ള യുവാവ് തമ്പുരാനോട് പറഞ്ഞു, ദൈവമേ അവൻ്റെ 18-ാം വയസ്സിൽ പറയുക, ദൈവമേ എനിക്ക് എന്ന് 21 വയസ്സാകുമോ അന്ന് നീ 3 സമ്മാനങ്ങൾ എനിക്ക് തരണം. നിൻ്റെ വിശ്വസ്തനായ മകനാണ് ഞാൻ. ദൈവം അശരീരിയായിട്ട് അവൻ്റെ ഉള്ളിൽ മുഴങ്ങി, എന്തെല്ലാമാ നീ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. അവൻ പറഞ്ഞു, ദൈവമേ എനിക്ക് 21 വയസ്സാകുന്ന അന്ന് സ്വന്തമായിട്ട് ഒരു വണ്ടി വേണം, കൈ നിറയെ പിടിക്കാൻ കാശ് വേണം, പിന്നെ യുവാവല്ലേ ചുറ്റും നിൽക്കാൻ കുറേ പെണ്ണുങ്ങളും വേണം. 3 കൂട്ടം കാര്യങ്ങൾ. സ്വന്തമായി വണ്ടി വേണം, കൈ നിറയെ കാശ് വേണം, ചുറ്റും നിൽക്കാൻ സ്ത്രീകളും വേണം. ദൈവം പ്രാർത്ഥന കേട്ടു. അവൻ എന്ന് 21 വയസ്സായോ അന്ന് ദൈവം അവനെ ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കണ്ടക്ടറാക്കി മാറ്റി എന്നാണ് പറയുക. സ്വന്തമായ വണ്ടി, കൈ നിറയെ കാശ്, ചുറ്റി നിൽക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ. ഇതാണ് പ്രാർത്ഥനയുടെ 1-ാമത്തെ സ്റ്റേജ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഇത് ശരീരത്തിലെ പ്രാർത്ഥന. 2 മനസ്സിലെ പ്രാർത്ഥന. എന്താണ് മനസ്സിലെ പ്രാർത്ഥന? അതാണ് അന്വേഷിക്കുവിൻ, കണ്ടെത്തും. 1 ചോദിക്കുവിൻ, ലഭിക്കും.
2, അന്വേഷിക്കുവിൻ കണ്ടെത്തും. പള്ളിയിൽ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് തന്നെ പോയി ഞായറാഴ്ച മുട്ടുകുത്തും. കുർബാനയിൽ പൂർണ്ണമായി പങ്കെടുക്കും. തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കും. അത് കഴിഞ്ഞും ഒരു 5 മിനിറ്റോടെ പള്ളിയിൽ അല്ലെ 2 മിനിറ്റോടെ പള്ളിയിൽ ചെലവഴിക്കും. പറയാൻ മാത്രം പോകുകയല്ല, തമ്പുരാനെ കേൾക്കാൻ വേണ്ടി കൂടെയാണ്. 1-ാമത്തെ സ്റ്റേജിൽ പോകുന്നത് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. 2-ാമത്തെ സ്റ്റേജിൽ പറയുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. അന്വേഷിക്കുവിൻ കണ്ടെത്തും. ഇത് അല്പം വളർന്ന പ്രാർത്ഥന. 3, ആത്മാവിലെ പ്രാർത്ഥന. മുട്ടുവിൻ തുറക്കപ്പെടും. ഒന്നും ചോദിക്കാനില്ല. കുർബാനയുടെ മുമ്പിൽ ശാന്തമായി ദേവാലയത്തിൽ മധുബഹായുടെ മുമ്പിൽ, വിശുദ്ധ മധുബഹായുടെ മുമ്പിൽ പള്ളിയിൽ ശാന്തമായി ഇരിക്കും. ദൈവത്തെ കേൾക്കും. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കട്ടിലിൽ കരങ്ങൾ മടിയിൽ തുറന്നു വെച്ച് കുറച്ച് സമയം ശാന്തമായിരിക്കും. ദൈവത്തെ കേൾക്കും. തമ്പുരാൻ്റെ വേദപുസ്തകം വായിക്കും. അല്പസമയം സേവിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ കേൾവി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് 3-ാമത്തെ സ്റ്റേജ്. വിശുദ്ധാത്മാക്കൾ ഈ 3-ാമത്തെ സ്റ്റേജിലാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ കേൾക്കുക, ദൈവത്തെ അനുഭവിക്കുക, ദൈവത്തെ അറിയുക, പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകൾ. കർത്താവായ യേശു പ്രാർത്ഥനയെക്കുറിച്ച് മനോഹരമായി നൽകുന്ന ഒരു ചിന്ത മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രത്യേകതയെ എടുത്തു പഠിപ്പിക്കുന്നു. അവൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പുറപ്പെട്ടു. അവൻ പിതാവുമായി സംസാരിച്ചപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. അവൻ്റെ വസ്ത്രം ഭൂമിയിൽ ഒരലക്കുകാരന് വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം വെണ്മയോടെ വെട്ടിത്തിളങ്ങി. ഏലിയായും മോശയും അവനോട് സംസാരിക്കുന്നത് കണ്ടു. പെട്ടെന്നൊരു മേഘം വന്ന് ആവരണം ചെയ്തു. മേഘത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ്റെ പ്രിയപുത്രൻ, ഇവൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. ശിഷ്യന്മാർ 3 പേരും ഭയവിഹ്വലരായി കമിഴ്ന്നു വീണു. യേശു അവരെ സമീപിച്ച് പറഞ്ഞു, വരൂ, എഴുന്നേൽക്കൂ, നമുക്ക് താഴ്വരയിലേക്ക് പോകാം. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന 3 സമ്മാനങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന 3 വലിയ സമ്മാനങ്ങൾ. 1, മുഖപ്രകാശം. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന 1-ാമത്തെ സമ്മാനമാണ് മുഖപ്രകാശം. ചില ആൾക്കാരെ കാണാം, കുർബാനയ്ക്കൊക്കെ പോവുകയും ബൈബിൾ വായിക്കുകയും സന്ധ്യാപ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില അച്ചായന്മാരെയും അമ്മച്ചിമാരെയും കാണാം, മുഖത്ത് എന്തോ ഒരു പ്രകാശമാണ്. ചില ആൾക്കാരുടെ മുഖത്തോട് നോക്കിയാൽ കാണുന്നവൻ്റെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാകും. ചെല്ലും നടന്നു പോകുന്ന കണ്ടാൽ മുഖത്ത് നോക്കിയാൽ തോന്നും ഏതോ സ്കൂൾ ലബോറട്ടറിയിൽ നിന്നും അസ്ഥികൂടം സായാഹ്ന സവാരിക്ക് പോണത് പോലെയാണ് വീർത്ത മുഖം. പക്ഷേ മറ്റു ചില അച്ചായന്മാരെയും അമ്മച്ചിമാരെയും കാണാം, ചിരിക്കുന്ന കണ്ടാൽ മതി, ചേമ്പും വിത്ത് പുഴുങ്ങുമ്പോൾ വിണ്ടു കീറുന്ന പോലെ ചൊടി ഇങ്ങനെ വിടന്നു വരുന്ന കാണാം, ഒരു വലിയ പ്രകാശം. അതുകൊണ്ടാണ് ചില ആൾക്കാർ ധ്യാനമന്ദിരങ്ങളിൽ പോയി താമസിച്ച് ധ്യാനിക്കാൻ പോകും. അങ്ങനെ ധ്യാനിക്കാൻ ഞായറാഴ്ച പോകുമ്പം പറയും, ഓ മുഖം ഇടിമിച്ചിരിക്കുന്നല്ലോ, ആകെപ്പാട് ഒരു ഇതുമില്ല. പക്ഷേ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ പറയും, ഓ മുഖത്ത് തന്നെ ആ ഒരു പ്രകാശമാണ്. ധ്യാനമന്ദിരത്തിൽ താമസിച്ച് ധ്യാനിച്ച് വരുമ്പം മുഖത്ത് പ്രകാശം വരാൻ 2 കാരണങ്ങളുണ്ട്. 1, മാമോദീസായിൽ സ്വീകരിച്ച പരിശുദ്ധാത്മാവെന്ന തീക്കട്ട ലോകവ്യാപാരങ്ങളുടെ ചാരം മൂടിക്കിടക്കുന്നു. കുറച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ചാരം അങ്ങ് പോകും. ചാരം പോയി കഴിയുമ്പോൾ ആത്മാവിൻ്റെ അഗ്നിക്കട്ട കത്തിജ്വലിക്കും. അപ്പം മുഖത്ത് ഒരു പ്രകാശം വരും. 2, ടൈം ടേബിൾ തെറ്റാത്ത ചൂടുള്ള ഭക്ഷണം 4 ദിവസം കഴിച്ചാലും മുഖത്ത് നല്ല വെട്ടം വരും. എങ്ങനെയാ പ്രകാശമെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് ദൈവം കൊടുക്കുന്നു, ഒരു വലിയ മുഖപ്രകാശം കൊടുക്കും. കാരണം ദൈവവുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം ഒരു പ്രകാശമുണ്ട്. കാരണം ദൈവം പ്രകാശമാണ്. ദൈവമായ കർത്താവ് അതരം തുറന്ന് ആദ്യം പറഞ്ഞ വചനം ഉൽപ്പത്തി 1:3, പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശം ഉണ്ടാകട്ടെ. ഇസ്രായേൽ മക്കൾ 40 വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞപ്പോൾ രാത്രിയിൽ ഇരുട്ട് വന്നപ്പോൾ ദീപസ്തംഭത്തിൻ്റെ പ്രകാശം. യേശു പിറന്ന രാത്രിയിൽ ആകാശത്തിൽ അത്ഭുത നക്ഷത്രത്തിൻ്റെ പ്രകാശം. യോഹന്നാൻ 8:12 ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി 5:14 തൻ്റെ ശിഷ്യ സമൂഹത്തെ യേശു ഉത്ബോധിപ്പിച്ചു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായിരിക്കുവിൻ. അതുകൊണ്ടാണ് പറയുക, അവനെ നോക്കിയവരെല്ലാം
പ്രകാശിതരായി. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. വിശുദ്ധ മാമോദീസായിലൂടെ സ്വീകരിച്ച ആ പ്രകാശം പാപത്തിൻ്റെ പൊടി മൂലം മങ്ങിപ്പോയപ്പോൾ പ്രകാശത്തിൻ്റെ സൂര്യൻ ഉയർത്തെഴുന്നേറ്റ് ആ പാപത്തിൻ്റെ ശാപത്തെയും കെട്ടുകളെയും പൊട്ടിക്കുന്നു ഉയർപ്പ് തിരുനാളിൽ. പാപത്തിൻ്റെ വലിയ കല്ല് തോളിൽ വെച്ച മനുഷ്യൻ അവനിലേക്ക് തന്നെ കുനിയുകയും ദൈവത്തിലേക്ക് തലപൊക്കാൻ പറ്റാതിരുന്നതും ചെയ്തു. പാപത്തിൻ്റെ കല്ലുകൊണ്ട് ആ കല്ലുകളെ ഉത്ഥാനത്തിലൂടെ മാറ്റി ദൈവത്തിലേക്ക് തല ഉയർത്താൻ തോള് സ്വതന്ത്രമായി. മനുഷ്യനിലേക്ക് നോക്കുവാൻ തോളുകൾ സ്വതന്ത്രമായി. തലതിരിക്കാൻ പറ്റുന്നു. മങ്ങിയ പ്രകാശത്തെ നിത്യപ്രകാശം ഉത്തിരൻ വീണ്ടും പ്രശോഭിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം പ്രാർത്ഥിക്കുന്നവർ ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം പ്രകാശം, ഒരു വലിയ മുഖപ്രകാശം, ഒരു വലിയ സന്തോഷം ദൈവം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥനയിൽ. ഞാൻ കഴിഞ്ഞ വർഷം പാലക്കാട് രൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ പട്ടന്മാർ താമസിക്കുന്ന ഒരു അഗ്രഹാര ഭാഗത്തേക്ക് പോയി. അപ്പോൾ അവർ പറയും പട്ടന്മാരിൽ പൊട്ടരില്ല, പിന്നെ പട്ടന്മാരുടെ മുഖത്ത് സാധാരണക്കാരേക്കാൾ ഒരു പ്രകാശം. അവർ പറയുന്നു പ്രകാശം മുഖത്തുണ്ടാകണമെങ്കിൽ ഭക്ഷണം തന്നെ ശ്രദ്ധിക്കണമെന്നാണ്. അവരുടെ തിയറി ഇതാണ്. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ 5 മണിക്കൂർ സമയം സൂര്യൻ്റെ പ്രകാശം മുകളിൽ നിന്നും ഭൂമിയിലേക്ക് വരുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ഊർജം കൊടുക്കുന്ന ഭക്ഷണം വേണം രാവിലെ കഴിക്കാനായിട്ട്. ഉച്ചയ്ക്ക് 12:30 മുതൽ 5 മണി വരെ ഭൂമിയുടെ ചൂട് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് കീഴേ നിന്ന് മുകളിലോട്ട് ഊർജം കൊടുക്കുന്ന ഭക്ഷണം വൈകുന്നേരം കഴിക്കണമെന്നാണ്. അപ്പോൾ അവർ പറയും രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഇഡ്ഡലി, അപ്പം, ദോശ, ഉപ്പുമാവ്, ഇടിയപ്പം, ചപ്പാത്തി, നാന്, പൊറോട്ട, ബ്രെഡ്, ഇതെല്ലാം മുകളിൽ നിന്ന് താഴോട്ട് ഊർജം കൊടുക്കും. രാവിലെ അത് കഴിക്കണം. വൈകുന്നേരം 4 മണിക്ക് താഴെ നിന്ന് മുകളിലോട്ട് ഊർജം കൊടുക്കുന്ന കാച്ചിക്ക, കപ്പ, ചേമ്പ്, കിഴങ്ങ് വർഗ്ഗം ഇത് കഴിക്കുമ്പം മുഖപ്രകാശമെന്നാണ്. സമയമനുസരിച്ച് ഭക്ഷണം കഴിച്ചാൽ മുഖത്തൊരു പ്രകാശം. അപ്പം ശരിക്കും പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം മുഖത്തൊരു വെട്ടം, മുഖത്തൊരു വെളിച്ചം, ഒരു മുഖപ്രകാശം. രണ്ടാമത്തെ സമ്മാനമാണ് വ്യക്തത. വ്യക്തത. പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നിനെക്കുറിച്ചും സംശയമില്ല, എല്ലാം വ്യക്തമാണ്. അതാണ് നമ്മൾ കാണുക. യേശു പ്രാർത്ഥിച്ചപ്പോൾ ഏലിയായും മോശയും അവനോട് സംസാരിക്കുന്നത് കണ്ടു. എന്താ അർത്ഥം? ഏലിയ പ്രവാചകന്മാരുടെ പ്രതിനിധി, മോശ നിയമത്തിൻ്റെ പ്രതിനിധി. ക്രിസ്തു പറഞ്ഞു നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ഏലിയായും മോശയും സംസാരിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ പറയുന്നത് കേൾക്കുവിൻ. ഇതുവരെ ഏലിയ പറഞ്ഞത് കേൾക്ക്, ഇതുവരെ മോശ പറഞ്ഞത് കേൾക്ക്. ഇനി അവർ പറയല്ലേ പഴയ നിയമം പോയി, ഇനി ഇവൻ പറയുന്നത് കേൾക്ക്. വ്യക്തത, ക്ലാരിറ്റി. ഏലിയായും മോശയും അവരുടെ കാലം കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ ഒരു പുതിയ ലോകക്രമം ആരംഭിച്ചു. ഒരു വ്യക്തത കിട്ടുന്നു. ഏലിയായും മോശയും വേദപുസ്തകത്തിൽ സഹനത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. ഈ സഹനത്തിൻ്റെ പ്രതീകങ്ങളായ ഏലിയായും മോശയും ഒക്കെ പ്രവചിച്ചത് നാളെ ക്രിസ്തുവിൽ യേശു തമ്പുരാനിൽ പൂർത്തിയാകും എന്നുള്ള ഒരു വ്യക്തത. ഇതാണ് പറയുക ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല, നിന്റെ നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശ നൽകുന്ന അതിമനോഹരമായ പദ്ധതി. റോമാലേഖനം 8:28 പൗലോസ് സന്തോഷത്തോടെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വ്യക്തത. ഇന്നത്തെ നൊമ്പരങ്ങൾ, തകർച്ചകൾ കണ്ട് നിരാശപ്പെടരുത്. ദൈവം ഒരു നന്മ നമുക്കൊരുക്കുന്നു. പലപ്പോഴും നമുക്ക് ഒരു ചെറിയ തകർച്ച വരുമ്പം, നൊമ്പരം വരുമ്പോൾ അസ്വസ്ഥരാകും. അതും ഇതുമൊക്കെ നമ്മൾ വിളിച്ചു പറയും. അങ്ങനെ ഒരിക്കലും അരുത്. കുറേ ദിവസം എന്ത് തകർച്ച വന്നാലും, എത്ര പ്രിയപ്പെട്ടവരുടെ മരണം വന്നാലും വെറുതെ അങ്ങിരിക്കുക. കുറേ ദിവസങ്ങൾ കഴിയുമ്പം ദൈവം ഒരു പദ്ധതി മനസ്സിലാക്കി തരും. ഞാൻ അച്ഛനായതിന് ശേഷം ഏറ്റവും വേദനിച്ച ഒരു ദിവസം 2000 ആണ്ട് നവംബർ മാസം 10-ാം തീയതിയാണ്. അന്ന് ഞാൻ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ പള്ളിയിലിരിക്കുന്നു. അതൊരു ഇടവക ദേവാലയം കൂടിയാണ്. അവിടെ നിന്നും 40 കിലോമീറ്റർ തെക്ക് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്യാണപ്പന്തൽ. 49 പേര് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം വീടിൻ്റെ പുറകിലുള്ള കല്ലും മണ്ണും നിറഞ്ഞ മല ഉരുണ്ടു വന്ന് വീടിൻ്റെ മേലെ സ്ഥാനം പിടിച്ചു. വീട് പാതാളത്തിലേക്ക് താന്നുപോയി. മല പകരമായി. എൻ്റെ പള്ളിയിലെ കൈക്കാരനായിരുന്ന
ചെറിയങ്കീട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ സാറും അദ്ദേഹത്തിൻ്റെ 20, 18, 15 വയസ്സുള്ള 3 മക്കളും മണ്ണോട് മണ്ണ് ചേർന്നു. കല്യാണത്തിന് വരാതിരുന്ന ഭാര്യ എൽസമ്മ മാത്രം ശേഷിച്ചു. പിറ്റേ ദിവസം ശവമെല്ലാം മാന്തിയെടുത്ത് അമ്പൂരിപ്പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. അതിനുശേഷം എല്ലാം നഷ്ടപ്പെട്ട എൽസമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുക്കൽ ചെന്നിരുന്നു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞ, അച്ഛാ, എന്നെ നോക്കിച്ചിരിക്കാൻ, എനിക്ക് നോക്കിച്ചിരിക്കാൻ ആരെയും ബാക്കി വെക്കാതെ ദൈവം കൊണ്ടുപോയില്ലേ? ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട. വേദനയോടെ പറഞ്ഞു. 1 മണിക്കൂർ വെറുതെ കൂടെയിരുന്നു. ഞാൻ തിരിച്ചു പോന്നു. 3 മാസം കഴിഞ്ഞ് പള്ളിയിലെ അച്ഛൻ പരനങ്ങാനം അസീസിൽ എൻ്റെ അടുക്കലേക്ക് ഒരാഴ്ചത്തെ താമസിച്ചുള്ള ധ്യാനം കൂടാൻ ഈ എൽസമ്മ ചേച്ചിയെ പറഞ്ഞയച്ചു. അപ്പം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവസാന ദിവസം ഈ സ്ത്രീ ഒരു ഭ്രാന്തിയെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ആരാധനയിൽ എൻ്റെ യേശു എന്നോട് പറഞ്ഞു, മോളെ, നിൻ്റെ ഭർത്താവിനെയും 3 മക്കളെയും എടുത്തിട്ട് നിന്നെ മാത്രം ഞാൻ ഈ ഭൂമിയിൽ ബാക്കി വെച്ചത്. നിന്നെപ്പോലെ വേദനിക്കുന്ന, നിന്നേക്കാൾ വേദനിക്കുന്ന അനേകർക്ക് നിൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ആശ്വാസം കൊടുക്കും. എനിക്ക് സാക്ഷിയായി നിന്നെ ഞാൻ അയക്കും. ഈ ബോധ്യം കിട്ടുന്നത് തമ്പുരാൻ കൊടുക്കുമ്പോഴാണ്. മരിക്കുമ്പോൾ, വേർപിരിയുമ്പോൾ ഒത്തിരിയേറെ തകർച്ചകൾ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പം മനസ്സ് കലങ്ങിപ്പോവും, കലക്കവെള്ളം പോലെ. പക്ഷെ ശാന്തമായിട്ട് അല്പനാൾ ഇരുന്ന് കഴിയുമ്പം എക്കലടിഞ്ഞ് സ്ഫടിക സമാനമായി ഹൃദയം വ്യക്തമാക്കി തരും ജീവിതത്തിൽ. ഏത് തകർച്ചയുടെയും പുറകിൽ ദൈവത്തിനെന്തോ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. മാനുഷികമായി നമ്മൾ നിരാശപ്പെടരുത്. എനിക്ക് ഒരു വലിയ ഉറപ്പുണ്ട്. ഞാൻ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുമ്പം 3 ഐറ്റങ്ങൾക്ക് എനിക്ക് എന്നും സമ്മാനം കിട്ടുമായിരുന്നു. 1 പ്രസംഗം, 2 കഥാപ്രസംഗം, 3 മോണോ ആക്ട്. പിന്നെയാണത് മിമിക്രി ആയിട്ട് മാറി വരിക. ഇതിന് 3നും സമ്മാനം കിട്ടും. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാകാൻ പോകാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ എൻ്റെ 3 പേര് ഒരു പകർച്ചവ്യാധിയിൽ പെട്ടെന്ന് മരിച്ചതാണ് 10 മാസം കൊണ്ട്. അതുകൊണ്ട് എന്നെ അച്ഛനാകാൻ വിടുന്ന കാര്യത്തിൽ അമ്മയ്ക്കും അപ്പനും എതിർപ്പ്. കോളേജിൽ പോയി പഠിക്കാൻ പറഞ്ഞു. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയം അവിടെയും പ്രസംഗത്തിന് എപ്പോഴും സമ്മാനം കിട്ടും. അപ്പം രാഷ്ട്രീയക്കാർ എന്നെ വലവീശി ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി നേതൃത്വത്തിലേക്ക് പെട്ടെന്ന് വളർന്നു വന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി പല സ്ഥാനങ്ങൾ വഹിച്ചു. ഒറ്റ ആഗ്രഹമുള്ളൂ, ദൈവമേ, നീ എന്നെ പ്രീ ഡിഗ്രി ചെയ്യിപ്പിക്കണം, എന്നിട്ട് നീ എന്നെ വക്കീലാക്കണം, എന്നിട്ട് നീ എന്നെ MLA ആക്കണം. കാരണം എൻ്റെ സീനിയേഴ്സ് എല്ലാം ലോ അക്കാഡമിയിലും ലോ കോളേജിലും ട്രിവാൻഡ്രത്ത് നിയമം പഠിക്കുന്നവരാ. ഇപ്പോൾ കൂട്ടുകാരും നാട്ടുകാരും പറഞ്ഞു, ഇതുപോലെ പ്രസംഗിച്ചാൽ മതി. ഉടുമ്പൻചോല, എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന അടുത്ത് വലിയ തോവാള. അപ്പോൾ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം, ഞങ്ങൾ കാശ് വിധിച്ചോളാം. എല്ലാം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ പരീക്ഷ വന്നപ്പം 33 ഹാജരേ ഉള്ളൂ. അന്ന് ഇന്നത്തെ മുനീറിൻ്റെ അപ്പന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുഹമ്മദ് കോയ രാഷ്ട്രീയ സ്വാധീനത്തിൽ ഓർഡർ അടിപ്പിച്ച് പരീക്ഷ എഴുതി. പക്ഷേ മലയാളം മാത്രം ജയിച്ചു. ബാക്കി 100ൽ 7, 8, 9, 10 കിടക്കാൻ കഷ്ടപ്പാട്. ഇതായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രം. നന്നായിട്ട് പഠിച്ചു വന്നതാ. രാഷ്ട്രീയം ജീവിതത്തെ തകർത്തു. പെട്ടെന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം നെടുകെ പിളർന്നു. 2 കൂട്ടരും മാറി മാറി വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പം എൻ്റെ 2 അങ്കിളുമാർ, അച്ഛന്മാർ ഗുജറാത്തിലുണ്ട്. അവർ പറഞ്ഞു, ഇവിടെ നിന്നാൽ മോനാകപ്പാടെ തകരും, ഞങ്ങളുടെ കൂടെ പോകുന്നു, നാട്ടിൽ നിന്ന് പോയേക്കാം. അങ്ങനെ എന്നെയും കൊണ്ട് ഗുജറാത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ നല്ല പ്രേക്ഷിത ശുശ്രൂഷകൾ കണ്ടപ്പം വീണ്ടും പഴയ ആഗ്രഹം, അച്ഛനായ കൊള്ളാം. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ അവർ പഠിപ്പിച്ചു. അങ്ങനെ തിരിച്ച് കേരളത്തിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ സ്ഥാപനങ്ങളൊന്നുമില്ലാത്ത സുവിശേഷ പ്രസംഗം മാത്രമുള്ള സഭയാണ് കപ്പുച്ചിൻ സഭ. ജനങ്ങളുടെ സഹായത്തിലൂടെ നിന്നു പോകുന്ന സഭയാണ്. അതുകൊണ്ട് കപ്പുച്ചിൻ സഭയിൽ ചേർന്നു. 13 വർഷം പഠിച്ച് പട്ടം കിട്ടി. അത് കഴിഞ്ഞ് ആദ്യ അപ്പോയിൻമെൻറ്റ് ട്രിവാൻഡ്രത്തായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ സഭയുടെ അധികാരിയായ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എന്നും പ്രസംഗിച്ച് നടന്നാൽ പിന്നെ ഒന്നും പഠിച്ചില്ല എന്നുള്ള നിരാശ വന്നാലോ, അതുകൊണ്ട് എന്തേലും ഇഷ്ടമുള്ളത് പോയി പഠിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിൽ എവിടെയെങ്കിലും പോയി മലയാളമോ ഇംഗ്ലീഷോ സൈക്കോളജി എന്തേലും MA പഠിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പണ്ട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നപ്പം ഒരാഗ്രഹം ഉണ്ടായിരുന്നു, വക്കീലായ കൊള്ളാവുന്ന. സഭയ്ക്ക് എതിർപ്പില്ലെങ്കിൽ അത് തന്നെ ആകാനാണ് ആഗ്രഹം. അങ്ങനെ എവിടെ ഞാൻ രാഷ്ട്രീയം പയറ്റി തെളിച്ചോ ആ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ 996 സഭ എന്നെ ചേർത്തു. 999 വക്കീലായിട്ട് ഇറങ്ങി. 6 മാസം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങളുടെ ഭരണജ്ഞാനം ധ്യാനമന്ദിരത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ മരിച്ചുപോയി.
അപ്പം അധികാരിയായ അച്ഛൻ പറഞ്ഞു, കോടതിയിലൊന്നും പോകണ്ട, ഈ സ്ഥാപനത്തിന് ചാർജ് ആകാൻ പറഞ്ഞു. അങ്ങനെ ഭരണജ്ഞാനിധി വന്നു. 10-12 വർഷമായിട്ട് ഇപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൾ. ഇന്ന് മറ്റൊന്നിനും സമയമില്ല, എപ്പോഴും വചനപ്രഘോഷണം. എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ വിളിക്കുന്നത് പീസില്ല വക്കീൽ എന്നാണ്. ചില കൂട്ടുകാരന്മാർ അച്ഛന്മാരെന്നെ വിളിക്കുന്നത് അമ്മായിയപ്പൻ എന്നാണ്. അമ്മായിയപ്പൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫാദർ ഇൻ ലോ, തർജ്ജമ ചെയ്യുമ്പം അത് അമ്മായിയപ്പൻ എന്ന് കൂട്ടി വായിക്കാം. ഇന്ന് പാവപ്പെട്ട പെണ്ണുങ്ങളുടെ വിവാഹ കേസുകൾ ഏറ്റുമാനൂർ കോടതിയിലെ അഡ്വക്കേറ്റുമായി ചേർന്ന് പരിഹരിച്ചു കൊടുക്കുന്നു. കോടതിക്ക് പുറത്ത് തീർക്കാവുന്ന ചില കേസ് അവരെനിക്ക് തരും. ചില കൗൺസിലിംഗ് കേസ് കോടതി വഴി പോകേണ്ടത് ഞാൻ അവർക്ക് റെഫർ ചെയ്യും. ഞാൻ ആഗ്രഹിച്ചത് എന്താ? ദൈവമേ, കൊലപാതകം ചെയ്ത പ്രതിയെയും കൂടി ഞാൻ ലോകത്തിൻ്റെ കോടതിയിൽ ചെല്ലും. എന്നിട്ട് പറയും, ബഹുമാനപ്പെട്ട കോടതി, യുവർ ഓണർ, ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി ലോലഹൃദയൻ, ഉറുമ്പനെ പോലും തിരുമ്മിക്കൊല്ലാൻ മനക്കെട്ടിയില്ലാത്ത ആൾ, അറിയാതെ കത്തിയെടുത്ത് ഉമ്മ കൊടുത്തപ്പോൾ മൂക്ക് തുളഞ്ഞ് മരിച്ചു പോയതാ, ഇവനെ വെറുതെ വിടണം. തമ്പുരാൻ പറഞ്ഞു, മോനെ, വക്കീലിൻ്റെ കറുത്ത ഉപ്പായമല്ല, അല്പം കൂടെ നീണ്ട ഒരു കറുത്ത നൈറ്റി, അതിന് പുറത്തൊരു വെളുത്ത ചരട്, ഇതേ 3 കെട്ടും കെട്ടിത്തരും. എൻ്റെ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ വചനം പറയുവാൻ രാഷ്ട്രീയത്തിൻ്റെ പരിശീലന കളരിയിൽ പ്രസംഗത്തിൻ്റെ മർമ്മങ്ങളും ബാലപാഠങ്ങളും നിന്നെ ഞാൻ പഠിപ്പിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ പരിശീലന കളരിയിൽ ദൈവം കൊണ്ടുപോയത് ഇന്ന് ഇങ്ങനെ സഭയുടെ ശുശ്രൂഷയിൽ എന്നെ കൊണ്ടുപോകാനാണ്. അവിടെയാണ് പറയുക, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി. ഈ കുടുംബമായിട്ടൊക്കെ കേസൊക്കെയായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് എന്തെല്ലാം കേസുകൾ. ഈയിടെ ഒരു കേസ് ഞാൻ തന്നെ പരിഹരിച്ചു കൊടുത്തു. കോടതിക്ക് പുറത്ത് 201 പവനും 20 ലക്ഷം രൂപയായിരുന്നു. 6-ാം ദിവസം പിരിയാൻ കോടതിയിൽ നിന്നുള്ള അനുവാദം വന്നു. കാരണം ഇവനൊരു കുഴപ്പമുണ്ട്, മനഃപൂർവ്വമല്ല, സൈക്കോളജിക്കലായിട്ട്. അവൻ്റെ ഉച്ചി മുതൽ താടി വരെ അവൾക്ക് തൊടാം. പിന്നെ വേറെ എവിടെങ്കിലും തൊട്ടാൽ അവൻ്റെ ദേഹം ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ ഐസായി പോവും. അവൾക്ക് ചേട്ടാന്ന് വിളിക്കണമെങ്കിൽ സ്പൂണ് കൊണ്ടും പോർക്ക് കൊണ്ടും അവനെ കിളി വിളിക്കണം. വിരലുകൊണ്ട് തൊട്ടാൽ ദേഹം മരിച്ചു പോവും. എന്താ പ്രശ്നമെന്നറിയത്തില്ല. ഞാൻ 10 ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ട് പറഞ്ഞ് പരിഹരിച്ചു. അവസാനം 50,000 രൂപയുടെ ഗോദറേജിൻ്റെ ഒരു അലമാരിയുണ്ട്. അവൻ പറയുന്നു, നിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. അവൾ പറയുന്നു, ഒരു കൊടക്കമ്പി പോലും എൻ്റെ ബാക്കി ഇവിടെ വെക്കുകയില്ല. അവസാനം പറഞ്ഞ് അവനും വേണ്ട അവക്കും വേണ്ട തീരുമാനമായി. ഞാൻ ഭരണജ്ഞാനം ധ്യാനമന്ദിരത്തിലേക്ക് പോകും. 3-ാം ദിവസം രാവിലെ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ ആശ്രമത്തിൻ്റെ വരാന്തയിൽ ചാരികസേരയെ കാലം നീട്ടിയിരിക്കുമ്പം ഒരു ചെറിയ മിനി ലോറി വന്ന് എൻ്റെ മുറിയുടെ വാതിൽക്ക് നിന്നു. നോക്കുമ്പം ഗോദറേജിൻ്റെ അലമാരയും പെണ്ണിൻ്റെ അപ്പനും 3 ചുമട്ടുകാരും കൂടെ അവിടെ വന്ന് ഇറങ്ങിയിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതെന്നാ? ഉടനെ പറഞ്ഞു, അച്ഛൻ ഒരു പ്രതിഫലവും മേടിക്കാതെ 10 ദിവസം കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കേസ് തീർത്തതല്ലേ, ഞങ്ങൾക്കും വേണ്ടി ഗോദറേജിൻ്റെ അലമാര അവനും വേണം, അതുകൊണ്ട് ഇത് അച്ഛനെടുത്തോന്നും പറഞ്ഞ് വരാന്തയിൽ ഇറക്കി വെച്ചിട്ട് പോയി. ഇന്ന് ഭരണജ്ഞാനം ദേറായിൽ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരെ കുർബാനക്കുപ്പായം തൂക്കുന്ന അലമാരി ഡൈവോഴ്സ് എനിക്ക് കിട്ടിയ 1ാമത്തെ പീസാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളുടെയും മറ്റും തകർച്ചകളുടെ ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത് കോടതിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനം വ്യക്തത. 1 മുഖപ്രകാശം, 2 വ്യക്തത, 3 ധൈര്യം. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമായ ധൈര്യം. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹാ പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു, വരൂ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. താബോർ മലയിൽ, രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ പ്രാർത്ഥനയുടെ അവസാനം ക്രിസ്തു പറഞ്ഞു, വരൂ നമുക്ക് താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുന്നവർക്ക് ധൈര്യം കിട്ടും. പ്രാർത്ഥിക്കുന്ന അച്ഛന് മനധൈര്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർക്ക് രൂപതയെക്കുറിച്ച് ധൈര്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാർക്ക് മക്കളെക്കുറിച്ച് ധൈര്യമുണ്ട്. അപ്പം നമുക്ക് ധൈര്യം തരുന്നത്, ഏറ്റവും വലിയ ധൈര്യം തരുന്നത് പ്രാർത്ഥനയാണ്. ഏറ്റവും വലിയ ധൈര്യവും ശക്തിയും തരുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ്. അപ്പം നമുക്കറിയാം, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് തളരുകയില്ല, വാടുകയില്ല. അപ്പം അത് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ കൃപയാണ്. കൊച്ചുകുട്ടികളുടെ കൂട്ടയോട്ടം, 8 വയസ്സിനും 10 വയസ്സിനിടയിലുള്ള 10 ഉണ്ടപ്പിള്ളേർ നിരന്ന് നിന്നു. ഒരുത്തൻ ബാസ്കറ്റ് ബോളിൻ്റെ ടൈപ്പ്, ഒരുത്തൻ ഫുട്ബോളിൻ്റെ ഷേപ്പ്, ഒരുത്തൻ വോളിബോൾ പോലെ, ഒരുത്തൻ ഷോട്ട് പുട്ട് പോലെ ഉരുണ്ടവൻ. 100 മീറ്റർ ദൂരെ സാറന്മാർ കയറും പിടിച്ച് നിൽക്കുക. ആദ്യം വന്ന് മുട്ടുന്നയാൾക്ക് 1ാം സമ്മാനം കൊടുക്കാൻ വേണ്ടി. നോക്കുമ്പോൾ ഏറ്റവും പൊക്കം കുറഞ്ഞ കുട്ടി ചറവറ പറവറ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാറന്മാരുടെ ദൈവമേ, ഇത്രയും പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടിയാൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്. ബിസിലൂതി എല്ലാവരും ഓടി. ഓട്ടം പൂർത്തിയാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തവനായിട്ട് ഫിനിഷ് ചെയ്തു. പിന്നെ അവൻ പ്രാർത്ഥിക്കുന്നു, ചറവറ പറവറ. അപ്പോൾ സാറ് ചോദിച്ചു, മക്കളെ, കൈക്കും കാലിനും നീളം വെക്കുമ്പം സമ്മാനം കിട്ടിക്കോളും.
ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് സമ്മാനം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ദൈവത്തോട് നീ പിണങ്ങരുത്. അവൻ പറഞ്ഞു, ആരാ സാറേ പറഞ്ഞത് സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്? പിന്നെ നീ പ്രാർത്ഥിച്ചതെന്താ? പൊന്ന് സാറേ, സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല, തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി തരണമെന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയായിരുന്നു. ജീവിതം ഒരോട്ടക്കളമാണ്. ജീവിതമെന്ന ഓട്ടക്കളത്തിൽ പലരും നമ്മളെ തോൽപ്പിക്കും. പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയെ തോൽപ്പിക്കാം, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനെ തോൽപ്പിക്കാം, ഓമനിച്ച് വളർത്തിയ മക്കൾ മാതാപിതാക്കളെ തോൽപ്പിക്കാം, ആത്മമിത്രങ്ങളകലാം, ഉറ്റവർ ഉപേക്ഷിക്കാം. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നൊരു നിർവചനം, പ്രാർത്ഥന ഒരു വ്യക്തിയുടെ രാത്രിയുടെ താഴും പ്രഭാതത്തിൻ്റെ താക്കോലുമായിരിക്കണം എന്നാണ്. പ്രാർത്ഥന ഒരു വ്യക്തിയുടെ രാത്രിയിലെ ഹൃദയത്തിൻ്റെ താഴും പ്രഭാതത്തിൽ ഹൃദയത്തിൻ്റെ താക്കോലുമാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഹൃദയത്തെ പൂട്ടാൻ, പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പ്രഭാതത്തിൽ ദിവസം തുടരാൻ. പ്രഭാതത്തിൻ്റെ താക്കോലും രാത്രിയുടെ താഴുമാണ് പ്രാർത്ഥന. ഇതാണല്ലോ വിശുദ്ധാത്മാക്കളൊക്കെ കാണിച്ചു തരുന്ന മാതൃക. മാതാപിതാക്കൾക്ക് പ്രാർത്ഥനയുണ്ടെങ്കിലേ മക്കൾക്ക് പ്രാർത്ഥന പകർന്നു കൊടുക്കാൻ പറ്റൂ. നമുക്കില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പറ്റുകയില്ല. ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ. 5ൽ പഠിക്കുന്ന കുട്ടി സാറ് എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി എന്ന വാക്ക് അവൻ പറയുമ്പോഴെല്ലാം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്നേ പറയത്തുള്ളൂ. സാറ് ഞുള്ളി നോക്കി കിടിക്ക് നോക്കി അടിച്ചു നോക്കി അവൻ അലറിക്കൊണ്ട് പറയും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാറ് ഇവനെയും കൊണ്ട് അപ്പൻ്റെ അടുക്ക വന്നു. അപ്പനോട് പറഞ്ഞു, ദേ എനിക്ക് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങളുടെ മോനെ കൊണ്ടൊന്ന് യൂണിവേഴ്സിറ്റി എന്ന് ഒന്ന് പറയിപ്പിക്കണം. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെവിയിൽ 10 പ്രാവശ്യം വീതം പറയണം, നാക്ക് ഡെയിലി പല പ്രാവശ്യം പഠിപ്പിക്കണം. നിങ്ങളുടെ മോൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറയുന്ന കേട്ടിട്ട് എനിക്ക് പിരിഞ്ഞാലും വേണ്ടിയല്ല. ഉടനെ അപ്പം പറഞ്ഞു, പൊന്ന് സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അണ്ട യൂണിവേഴ്സിറ്റി എന്നവൻ പറയുക. എങ്ങനെയാണോ അപ്പൻ അമ്മ അങ്ങനെയാണ് മക്കളെന്ന്. നമുക്കുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ, നമുക്കുണ്ടെങ്കിലേ പഠിപ്പിക്കാൻ പറ്റൂ, നമുക്കുണ്ടെങ്കിലേ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ പതിപ്പിക്കാൻ പറ്റൂ. അനുഭവിച്ച ക്രിസ്തുവിനെ വേണം ലോകത്തിന് കൊടുക്കാൻ. അപ്പം പ്രാർത്ഥന വഴി ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കണം. ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛ പ്രാർത്ഥിക്കുമ്പം വല്ലാത്ത പലവിചാരം, പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം. ശരിയല്ല. പ്രാർത്ഥനാ സമയത്തെ വിചാരം പ്രാർത്ഥനാ വിഷയമാണ്, പല വിചാരമായിട്ട് കാണരുത്. സ്വർഗസ്ഥനായ പിതാവേ എന്നും പറഞ്ഞ് കെട്ടിയവനോട് പിണക്കമുള്ള ഭാര്യ പ്രാർത്ഥിക്കുമ്പം കെട്ടിയവൻ്റെ മകൻ തേട്ടി വരുന്നു, പല വിചാരം ദൂരപ്പെട്ട് അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഇല്ല. ആദ്യം ഭർത്താവിനോട് രമ്യതപ്പെടുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഭാര്യയോട് പിണക്കമുള്ള ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോഴും ഭാര്യയുടെ മകൻ തേട്ടി വരുമ്പം അത് പല വിചാരമല്ല. ആദ്യം അവളോട് രമ്യതപ്പെടുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഒരു തിരുമേനി ഇടവക സന്ദർശിച്ചപ്പം ജനത്തോട് പറഞ്ഞു, മനുഷ്യൻ ബലഹീനനാണ്, എപ്പോഴും പലവിചാരം ഉള്ളവനാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പോലും പലവിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ഉടനെ പ്രായമുള്ളൊരു അമ്മച്ചി മുമ്പോട്ട് കയറി വന്ന് ചോദിച്ചു, ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു പലവിചാരമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ തിരുമേനി എനിക്ക് എന്നാ തരും? തിരുമേനി പറഞ്ഞു, 50 രൂപ ഞാൻ സമ്മാനം തരും. തരുമല്ലോ? തരും. ഞാനിപ്പം ചെല്ലിക്കോളാൻ പറഞ്ഞു. അമ്മച്ചി നേരെ നിന്നു, അടുക്ക് പിടിച്ചിട്ടു, കവണി നേരെ ഇട്ടു, കൈ കൂപ്പി പിടിച്ചു. അമ്മച്ചി ചൊല്ലി തുടങ്ങി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാണ്, രാജ്യം വരണം. അല്ല പിതാവേ, ഈ 50 രൂപ ഉടനെ തരുമോ? അത് ഞാൻ പിന്നെ അരവനെ വരുമ്പോഴേ തരത്തുള്ളൂ. ഇതാണ് മനുഷ്യ സ്വഭാവം എന്ന് പറയുക. അപ്പം നമ്മൾ പല വിചാരങ്ങളാൽ ബന്ധിതരായ മനുഷ്യരാണ്. പലപ്പോഴും നമ്മൾ പറയും, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എപ്പോഴാണ് പറയുക ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല? ഞാൻ ചോദിച്ച കാര്യം ചോദിച്ചതുപോലെ കിട്ടിയില്ലേ പറയും, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ചോദിച്ച കാര്യം ചോദിച്ചതുപോലെ കിട്ടിയാൽ പറയും, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ശരിയല്ല. എല്ലാ പ്രാർത്ഥനയും കേൾക്കപ്പെട്ട പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഫോൺ നമ്പർ ബൈബിളിൽ കൊടുക്കുക. 333 ദൈവത്തിൻ്റെ ഫോൺ നമ്പരാണ്. ജെറമിയ 33:3. നീ എന്നെ വിളിക്ക്, ഉടനടി നിനക്ക് പ്രത്യുത്തരം തരുന്ന കർത്താവാണ് ഞാൻ. നീ എന്നെ വിളിച്ചാൽ മതി, ഉടനടി നിനക്ക് പ്രത്യുത്തരം തരുന്ന കർത്താവാണ് ഞാൻ. ജെറമിയ പ്രവചനം 33-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ ദൈവം പറയുന്നു. ചിലപ്പം ആയിക്കോട്ടെ എന്ന ഉത്തരം, ചിലപ്പം വേണ്ട എന്ന ഉത്തരം, ചിലപ്പോൾ ശരി എന്ന ഉത്തരം, ചിലപ്പം നോ എന്ന ഉത്തരം. യേസ് എന്ന ഉത്തരം കിട്ടിയാൽ മാത്രമല്ല ഉത്തരം, നോ പറഞ്ഞാലും ഉത്തരവാ. അൾത്താരബാലന്മാരായ 10 കുട്ടികൾ
ശനിയാഴ്ച പിക്നിക്കിന് പോകുമ്പം തലേ ദിവസം വികാരിയച്ഛനോട് ഒന്ന് പറഞ്ഞു, അച്ഛാ നാളെ ഞങ്ങൾ പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിച്ചേക്കണം. അച്ഛൻ പറഞ്ഞു, മക്കൾ പൊക്കൂ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം, ഒരു മഴയും പെയ്യില്ല, ദൈവം കാത്തോളും. പക്ഷെ ഉച്ച കഴിഞ്ഞ് 3:30 ആയപ്പം അറബിക്കടലും ബംഗാൾ ഉൾക്കടലും എല്ലാം കൂടെ വരുന്ന പോലെ ഒരു മഴ. 10 പിള്ളേർ നനഞ്ഞു കുഴഞ്ഞു പോയി. അച്ഛന് ഞായറാഴ്ച കുട്ടികൾ വന്നപ്പോൾ നാണക്കേട്, തലേ ദിവസം പറഞ്ഞ പോലെ ഒത്തില്ലല്ലോ. അച്ഛൻ കുർബാനക്കുപ്പായം തൂക്കുന്ന അലമാരയുടെ പുറകിൽ പോയി പമ്മി നിന്നു. ഒരുത്തൻ കയ്യോടെ പിടികൂടി, എന്നാ അച്ഛാ ഒളിച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് മഴ പെയ്തില്ലേ, നിങ്ങൾ എന്നാ ഓർക്കുമെന്ന് ഓർത്തോണ്ടാ, അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്ന് നിങ്ങൾ കരുതുമല്ലോ. അപ്പോൾ കൊച്ചുകുട്ടി പറഞ്ഞു, ആരാ അച്ഛാ പറഞ്ഞ പ്രാർത്ഥന കേട്ടില്ലെന്ന്? ദൈവം പ്രാർത്ഥന കേട്ടു, നോ എന്ന് ഉത്തരം തന്നു. ദൈവം പ്രാർത്ഥന കേട്ടു, നോ എന്ന് ഉത്തരം തന്നു. എല്ലാ പ്രാർത്ഥനയും കേൾക്കപ്പെട്ട പ്രാർത്ഥനകളാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ കഥാപാത്രങ്ങളായ ബോബനും മോളിയും പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ പ്രാർത്ഥന. ബോബനും മോളിയും കൂടെ സാമൂഹ്യ പാഠത്തിൻ്റെ പരീക്ഷയ്ക്കുന്നു. പ്രാർത്ഥനാമുറി കയറി മുട്ടുകുത്തി 2 കരങ്ങളും വിരിച്ചു പിടിച്ച് അവർ ഉറക്കെ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, ഗംഗാ നദിയും യമുനാ നദിയും പാകിസ്ഥാനിൽ കൂടെ ഒഴുക്കണേ. ഇതായിരുന്നു പ്രാർത്ഥന. സാമൂഹിക പാഠത്തിൻ്റെ പേപ്പറിൽ ഒരു ചോദ്യം, ഗംഗായും യമുനായും ഒഴുകുന്ന രാജ്യമേത്? ബ്രാക്കറ്റിൽ 4 സ്ഥലങ്ങളുടെ പേര് കൊടുത്തു. 1 ഇന്ത്യ, 2 ബംഗ്ലാദേശ്, 3 പാകിസ്ഥാൻ. അപ്പം ഇന്ത്യ, ബർമ്മ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഉത്തരവറിയത്തില്ലാത്ത കുട്ടികൾ മോഡിലുള്ള ഉത്തരത്തെ നോക്കിയിട്ട് പേന കറക്കിയിട്ട് ഒരു കുത്തുണ്ട്. ബോബനും മോളിയും കറക്കി കുത്തുകൊണ്ടത് പാകിസ്ഥാനിട്ട് എടുത്തെഴുതി പാകിസ്ഥാൻ. പുറത്തിറങ്ങിയപ്പം വിവരമുള്ള കുട്ടികൾ ചോദിച്ചു, മണ്ടച്ചാരെ മണ്ടി, ഗംഗായും യമുനായും ഒഴുകുന്നത് പാകിസ്ഥാൻ കൂടെയല്ലോ, ഭാരതത്തിൽ കൂടെയല്ലേ? ഇനി ഒരു മാർക്ക് കിട്ടണമെങ്കിൽ ദൈവമായ കർത്താവ് ഒരു മുഴുത്ത കോലും കൊണ്ടുവന്ന് ഗംഗായും യമുനായും കുത്തിപ്പറിച്ച് പാകിസ്ഥാനിൽ ഒഴുകിയാൽ ഒരു മാർക്ക് കിട്ടും. പലപ്പോഴും നമ്മൾ തീരുമാനിച്ച് വെച്ചിരിക്കുക, ഇങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കണം, നിൻ്റെ തിരുമനസ് നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയിലേക്ക് നമ്മൾ വളരണം. ഇംഗ്ലീഷിൽ വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, പ്രെയർ ഈസ് പവർ, പ്രാർത്ഥനയാണ് ശക്തി. എഴുതിയത് ഫ്രാൻസിലെ നിരീശ്വരവാദിയായിരുന്ന ഡോക്ടർ അലക്സിസ് കാൾ എഴുതിയ പുസ്തകമാണ്, പ്രാർത്ഥനയാണ് ശക്തി. അതിനകത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, നിരീശ്വരവാദിയായ ഒരു മനുഷ്യനായ ഡോക്ടറായിരുന്നു ഡോക്ടർ അലക്സിസ് കാൾ. ഫ്രാൻസിൽ ലൂർദ് എന്ന സ്ഥലത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു തീർത്ഥാടക കുളം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അമ്മയുടെ മധ്യസ്ഥതയിൽ വലിയ അത്ഭുതം നടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് സഭയുടെ കബളിപ്പിക്കല, അങ്ങനെ അത്ഭുതമൊന്നും നടക്കുകയില്ല. ഒരു 3 മാസം എന്നെ ലൂർദിൽ താമസിക്കാൻ അനുവദിച്ചാൽ മതി, അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ ഞാൻ വ്യക്തമാക്കി തരാം. സഭ അനുവദിച്ചു. 3 മാസം അവിടെ താമസിച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. 3 മാസം കൊണ്ട് നീട്ടി ചോദിച്ചു, സഭ വീണ്ടും അനുവദിച്ചു. 6 മാസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം രചിച്ച പുസ്തകമാണ് പ്രാർത്ഥനയാണ് ശക്തി. അതിൽ ആ മനുഷ്യൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഡോക്ടറായതുകൊണ്ട് മെഡിക്കൽ ടേംസാണ് ഉപയോഗിക്കുക. അദ്ദേഹം പറയുന്നു, ലോകത്തിൽ ഏറ്റവും വലിയ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രാർത്ഥനയിലാണ്. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിലാണ് ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുക. അദ്ദേഹം പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ECG നോർമലാകുന്നു, ഹൃദയത്തിൻ്റെ ഇടിപ്പിനെ പ്രാർത്ഥന ബാധിക്കുന്നു, തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയെ ശക്തിപ്പെടുത്തുന്നു, പേശിവ്യൂഹങ്ങളുടെ പിരിമുറുക്കങ്ങളെ അയക്കുന്നു. അവസാനം പറയുന്നു, ത്വക്കിൻ്റെ സംവേദനക്ഷമത പ്രാർത്ഥിക്കുന്നവർക്ക് നോർമലാകുന്നു, ദുർമേധസ്സുകളെ തള്ളുന്നു, ശുദ്ധവായുവിനെ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ECG, തലച്ചോറിൻ്റെ പ്രവർത്തനം, പേശിവ്യൂഹത്തിൻ്റെ പിരിമുറുക്കം, ത്വക്കിൻ്റെ സംവേദനക്ഷമത, ഇതിലെല്ലാം മാറ്റം വരുന്നതും നോർമലാകുന്നതും പ്രാർത്ഥനയിലാണ്. അദ്ദേഹം പറയുന്നു, ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥനയുടെ ശക്തിയാണ്. പക്ഷേ പല മനുഷ്യരും ഈ വലിയ ശക്തിയെ അനുഭവിക്കുന്നില്ല. ഏറ്റവും വലിയ നിധി ചുമന്നോട് നടക്കുന്നു, പക്ഷേ ആ നിധി തുറന്നനുഭവിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥനയുടെ ശക്തി. ആ ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ച് തരുമ്പോൾ അത് അനുഭവിക്കാൻ ദൈവം വിളിക്കുക. അതുകൊണ്ടാണ് കർത്താവായ യേശു പ്രാർത്ഥനയുടെ 5 രീതികൾ തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കേണ്ട 5 വിധങ്ങൾ, പ്രാർത്ഥിക്കേണ്ട 5 രീതികൾ ക്രിസ്തു തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. 1, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. പ്രാരംഭ പ്രാർത്ഥനയിൽ സഹോദരൻ പ്രാർത്ഥിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഒരു ജനക്കൂട്ടം ഇങ്ങനെ
തിങ്ങി ഞെരുങ്ങി പോകുമ്പോൾ ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു. ഉടനെ അവളെ വർഷങ്ങളായി ബാധിച്ചിരുന്ന രക്തസ്രാവം വിട്ടുമാറി. അവൾ പേടിച്ചു നിന്നു എന്നാണ് പറയുക. സൗഖ്യം കിട്ടുമ്പോൾ സന്തോഷിക്കേണ്ട അവൾ പേടിച്ചു നിന്നു. എന്തുകൊണ്ടാണ് പേടിച്ചത്? യഹൂദ പാരമ്പര്യത്തിൽ രോഗശാന്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. രോഗശാന്തി ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്താണ്. വ്യക്തിയുടെ അനുവാദമില്ലാതെ ആ സ്വകാര്യ ശക്തി ചോർത്തിയെടുത്താൽ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെടാം. അതാണ് അവൾ പേടിച്ചു നിന്നു, ഭയപ്പെടുന്നു. യേശു തിരിഞ്ഞു നോക്കി ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? പത്രോസും കൂടുതലും തലയും കുത്തിയൊന്ന് ചിരിക്കാൻ തുടങ്ങി. എന്നാ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കും? ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും ഒരുമിക്കോട് നിൽക്കുകയല്ലേ, തൊട്ടവരെ അറിയാൻ പറ്റുമോ? യേശു പറഞ്ഞു, അങ്ങനല്ല, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പം ശക്തി പുറപ്പെടും. മാർച്ച് മാസത്തിലെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത് 35-കാരൻ അപ്പനും 30-കാരി അമ്മയും കൂടെ പള്ളിയിലോട്ട് പോകും. 7 വയസ്സുള്ള മോൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുക? അവർ പറഞ്ഞു, പള്ളിയിൽ പോവുക. എന്നാത്തിനാ? മഴ പെയ്യാനുള്ള പ്രാർത്ഥന അച്ഛൻ പള്ളിയിൽ വെച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാൻ പോവുക. ഉടനെ കുട്ടിയുടെ ന്യായമായ സംശയം, നിങ്ങളെന്തേ കുടയില്ലാതെ പോകുന്നു? കുഞ്ഞിനറിയാം പ്രാർത്ഥിച്ചാൽ മഴ കിട്ടും. അപ്പനും അമ്മയും അച്ഛനെ സൂചിപ്പിക്കാൻ പോകുന്നതാ, മഴ കിട്ടാൻ വേണ്ടി പോണതല്ല. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ജോഷുവ കാനാൻ ദേശത്തിൻ്റെ 1/3 ഇസ്രായേൽ മക്കളുടെ കയ്യിലുള്ളൂ, 3/2 വിജാതിയുടെ കൈകളിലാണ്. പക്ഷേ യാക്കോബിൻ്റെ 12 മക്കൾക്കായിട്ട് ജോഷുവ കാനാൻ ദേശം വീതം വെച്ചപ്പോൾ വിജാതിയുടെ കയ്യിലുള്ള 3/1 കൂടെ യാക്കോബിൻ്റെ മക്കൾക്ക് കൊടുത്തു. അവർ ചോദിച്ചു, ഇതെങ്ങനെയാണ് ശരിയാവുക? നമ്മുടേതല്ലല്ലോ, അന്യൻ്റെ മണ്ണല്ലേ? ജോഷുവ പറഞ്ഞു, ദൈവം തരാമെന്ന് പറഞ്ഞാൽ തരും. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ കൈ കിട്ടും. ഒരപ്പൻ മക്കൾക്ക് വീതം വെച്ചപ്പം ഇളയവൻ്റെ വീതം കുറഞ്ഞു പോയെന്ന് പറയുമ്പോൾ അപ്പൻ തിരുവല്ല പത്തനംതിട്ട റോഡ് നിൻ്റേതാണെന്നും പറഞ്ഞ് കൊടുത്താൽ ഏതെങ്കിലും മക്കൾ സമ്മതിക്കുമോ? ഇതുപോലെ ജോഷുവ കൊടുത്തത്. നീ പ്രാർത്ഥിക്കുക, നാളെ നിനക്ക് കിട്ടും. കൊടുത്തു, വിശ്വാസത്തോടു കൂടി. എന്താ പറയുക? ജീവിതത്തിൽ നമുക്ക് ഒരു വിശ്വാസം വേണം. ഈ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്ന വാക്ക് കാത്തിരിപ്പ് എന്നാണ്. കാത്തിരിപ്പ്. അതുകൊണ്ടാണ് വിശ്വാസിയുടെ പിതാവായ അബ്രഹാം എത്ര നാൾ കാത്തിരുന്നിട്ടാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടുക. വേദപുസ്തകം നമ്മൾ വായിക്കുന്നു, അബ്രഹാം കല്യാണം കഴിച്ചപ്പം വയസ്സ് 18, ഒരു കുഞ്ഞുണ്ടാകുമെന്ന് വാഗ്ദാനം കിട്ടിയപ്പം വയസ്സ് 75, കല്യാണം കഴിഞ്ഞ് 57 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു കൊച്ചുണ്ടാകുമെന്ന് വാഗ്ദാനം. കുഞ്ഞുണ്ടായതോ ഒരു കൊച്ചില്ലല്ലോ എന്നോർത്ത് കുത്തിയിരുന്ന് ദുഃഖിക്കുന്ന വാഗ്ദാനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം നടക്കുന്ന 100-ാം വയസ്സിലാണ് ഒരു കാഴ്ച. മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു, കിളിച്ചുണ്ട മാങ്ങ കടിച്ചു പറിക്കുന്നു, വാളംപുളി ചവച്ച് ഞൊണയുന്നു. അബ്രാഹം അടുത്ത് ചെന്നു, തലോടി കൊടുത്തു, പുറം തിരുമ്മിക്കൊടുത്തു, മുതുക് തടവിക്കൊടുത്തു. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചെടുത്ത്. ഒരു കാര്യം ഓർത്ത് നോക്കുക, കല്യാണം കഴിഞ്ഞ് കൃത്യം 10-ാം മാസം ഒരു മോനുണ്ടായിരുന്നെങ്കിൽ അബ്രാഹം ഒരു ചാക്കോയുടെ അപ്പൻ, മാത്യുവിൻ്റെ അപ്പൻ, ജോസഫിൻ്റെ അപ്പൻ, ചാണ്ടിയുടെ അപ്പൻ, ഒരു ഓർഡിനറി അപ്പനായിട്ട് ഒതുങ്ങുമായിരുന്നു. പക്ഷേ 82 വർഷം പ്രാർത്ഥനാപൂർവം വിശ്വാസത്തോടെ കാത്തിരുന്നപ്പോൾ അബ്രഹാം 3 കുലങ്ങളുടെ ഗോത്രപിതാവായി. മുസ്ലിങ്ങളുടെ പൂർവ്വപിതാവ്, യഹൂദന്മാരുടെ പൂർവ്വപിതാവ്, ക്രൈസ്തവരുടെ പൂർവ്വപിതാവ്. ഇതാണ് ദൈവം പ്രവർത്തിക്കാൻ അല്പം കാലതാമസം വരുമ്പം നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ വലിയ അത്ഭുതം നമുക്കായി കാത്തിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 10-ാം മാസം കൊച്ചുണ്ടായ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ കെട്ടിയവൻ ഒപ്പിച്ച് തന്നതാ, ചുമക്കാതെ പറ്റും. 15 വർഷം കഴിഞ്ഞുണ്ടായപ്പം പറഞ്ഞു, എൻ്റെ അച്ഛ തമ്പുരാൻ തന്നതാ. എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം. അതുകൊണ്ടാണ് 100-ാം വയസ്സിൽ കുഞ്ഞുണ്ടായപ്പം ഇട്ട പേരെന്നാ? ഇസഹാക്ക്. ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു. ദൈവം അവരുടെ മേൽ ചിരിക്കുന്നു. കാരണം പണ്ട് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പം സാറാ ചിരിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്ക് ഉണ്ടായ കുഞ്ഞിനിട്ട പേര് അവൻ ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു. തന്നെയുമല്ല, പല്ലില്ലാത്ത മോണ കാട്ടി ഇസഹാക്ക് അപ്പനെ അമ്മയെ നോക്കി ചിരിച്ചപ്പോൾ അതേ ഷെയ്പ്പുള്ള മോണ പൂർവാധീന ശക്തിയോടെ തിരിച്ചു കാട്ടി ഇവരും ചിരിച്ചു. ചിരിയുടെ രാത്രി പൂത്തിരി മത്താപ്പ് കത്തുന്ന അബ്രഹാമിൻ്റെ കുടുംബത്തെയാണ് നമ്മളവിടെ കണ്ടെത്തുക. അർത്ഥമുള്ള പേരായിട്ടിരിക്കുക. ഇസഹാക്ക് ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു. നമ്മളാണ് ഇന്ന് നാട്ടിൽ പട്ടിക്കും കുട്ടിക്കും ഒരേ പേര്, അർത്ഥമില്ലാത്ത പേരും മറ്റും നമ്മൾ ഇടുക.
അപ്പൻ്റെ അമ്മയുടെ ആദ്യാക്ഷരം വെച്ച് മക്കൾക്ക് പേരിടും. അപ്പൻ്റെ പേര് ആൻ്റണി, അമ്മയുടെ പേര് സ്മിത, ഉണ്ടായത് പെണ്ണ്, ഇട്ട പേര് ആസ്മ. അത് നമ്മുടെ രീതിയാണ്. അവിടെ അർത്ഥമുള്ള പേരേ ഇടൂ. അവൻ ഇസഹാക്ക്, അവൻ ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു. നീണ്ട കാത്തിരിപ്പ്. ഇപ്പോൾ ദൈവത്തെ നീണ്ടകാലം കാത്തിരിക്കുന്നതിന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു പദപ്രയോഗമാണ് വേദപുസ്തകത്തിൽ വന്ധ്യത. പ്രസവിക്കാത്ത അവസ്ഥയ്ക്കല്ല ബൈബിളിൽ വന്ധ്യത. സാറാ പ്രസവിച്ചല്ലോ, അവളെ വന്ധ്യ എന്നാണ് വിളിച്ചത്. അന്ന പ്രസവിച്ചു, വന്ധ്യ എന്നാണ് വിളിച്ചത്. ഏലീശ പ്രസവിച്ചു, വന്ധ്യ എന്ന് വിളിച്ചു. പ്രസവിക്കാത്ത അവസ്ഥയല്ല. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി നീണ്ടകാലം കാത്തിരിക്കുന്ന കാത്തിരിപ്പിന് തമ്പുരാൻ്റെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു പദപ്രയോഗം വന്ധ്യത, നീണ്ടകാലമുള്ള കാത്തിരിപ്പ്. ഇതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നടത്തി തരുമെന്നുള്ള ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ വിശ്വാസത്തിൻ്റെ പാഠം ശരിക്കും പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അയൽവക്കത്തെ ചേട്ടൻ അക്കരപ്പറമ്പിൽ നിന്നും വലിയ വല്ലക്കുട്ടയ്ക്കകത്ത് നേന്ത്രയ്ക്ക പടലയായി വെക്കും. കിളിച്ചുണ്ടൻ, മൂവാണ്ടൻ, ഞെട്ടുകുടിയൻ, മൈലാപ്പൂ, ഗോമാങ്ങ ഇതെല്ലാം കൊട്ടയിലാക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ കൊട്ടയിൽ ചുമന്നുകൊണ്ട് താഴത്തെ വഴിയിലൂടെ അയൽവക്കത്തെ ചേട്ടൻ പോകുമ്പം വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ ആ കൊട്ടയിലേക്ക് നോക്കും. ഇതിൽ നിന്നും 2-3 കിട്ടിയിരുന്നെങ്കിൽ പഴിപ്പിച്ച് തിന്നാമായിരുന്നു. അമ്മ എന്നെ വിളിച്ച് വീടിൻ്റെ വരാന്തയെ കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ചിട്ട് കുരിശുരൂപത്തിൻ്റെ അവിടത്തേക്ക് കാണിച്ചിട്ട് പറയും, മോനങ്ങനെ നോക്കി നിന്നാൽ അമ്മയ്ക്ക് നാണക്കേടാ, മോൻ പ്രാർത്ഥിച്ചാൽ മതി, വളർന്നു വരുമ്പം തമ്പുരാൻ തരും. മോൻ നോക്കി നിന്നാൽ അമ്മയ്ക്ക് നാണക്കേടാ, മോൻ പ്രാർത്ഥിച്ചാൽ മതി, വളർന്നു വരുമ്പം തമ്പുരാൻ തരും. അമ്മ വാഴ വെച്ചിട്ടില്ല, മാങ്ങാണ്ടി കുഴിച്ചിട്ടിട്ടില്ല. അമ്മയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ദൈവം തമ്പുരാൻ്റെ വേൾഡ് ബാങ്കിലാണ് കിടക്കുക. മോൻ പ്രാർത്ഥിച്ചാൽ മതി, തമ്പുരാൻ തരും. പറഞ്ഞത് 4 പതിറ്റാണ്ട് മുമ്പ് നിരക്ഷരയായ ഒരു ഗ്രാമീണ അമ്മ. ഇപ്പം ഞാൻ പുറകോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഓർക്കുക, ദൈവമേ, അന്ന് അമ്മ പറഞ്ഞ എത്ര സത്യമാണ്. ഇന്ന് ലോകം മുഴുവൻ പറന്ന് നടന്ന് ഞാൻ നടാത്ത എത്ര മാവിൻ്റെ മാങ്ങായ ഞാൻ പൂളി തിന്നുന്നത്. ഞാൻ വെക്കാത്ത എത്ര വാഴയുടെ വാഴയ്ക്കായ തൊലി പൊളിച്ച് അടിച്ചകത്തേക്ക് കയറ്റുമ്പം പണ്ട് നിരക്ഷരയായ അമ്മ പറഞ്ഞ വാക്ക്, മോൻ പ്രാർത്ഥിച്ചാൽ മതി, തമ്പുരാൻ തരും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പറയുക, കൊച്ചു കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോലെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞു പിള്ളേർക്ക് എന്തോ ഒരു വിശ്വാസമാണ്. ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ വന്ന കത്തെല്ലാം കൂടെ തപ്പിയെടുക്കുമ്പം അതിനകത്തൊരു പ്രത്യേക കത്ത് വീർത്ത കവറിൻ്റെ പുറത്ത് വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതിയിരിക്കുന്നു, ടു മിസ്റ്റർ ദൈവം, സ്വർഗം ബിയോ, ആകാശം വഴി, ഫ്രം ഭൂലോകം എന്നും പറഞ്ഞ് ഒരഡ്രസ്സ്. പോസ്റ്റ്മാൻ കവർ പൊടിച്ച് നോക്കിയപ്പം ഒരു വെള്ളക്കടലാസ്, അതിന് 2 പുറത്തായി ഒരു കൊച്ചുകുട്ടിയുടെ പരാതി. ദൈവമേ, അപ്പന് വാദം, അമ്മയ്ക്ക് ചുമ, ചേട്ടന് കരപ്പൻ, ചേച്ചിക്ക് ചൊറി, ഉടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കിടക്കാൻ വീടില്ല. നീ പാവങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നും ഞങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ അഡ്രസ്സിൽ 200 രൂപ മണി ഓർഡർ അയച്ചു തന്ന് നിൻ്റെ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കണം. നിൻ്റെ സ്വന്തം കൊച്ചുമോനൊപ്പം പ്രംഭൂലോകം. പാവം പോസ്റ്റ്മാൻ ഓർത്തു, നിഷ്കളങ്കനായ കുട്ടിയുടെ നിസ്സഹായാവസ്ഥയിലുള്ള യാചന. കാശില്ലാത്ത പോസ്റ്റ്മാൻ പലരോട് കടം ചോദിച്ചു. എങ്ങനെയോ 100 രൂപ കിട്ടി. ഈ പറഞ്ഞ അഡ്രസ്സിൽ 100 രൂപ അയച്ചു കൊടുത്തു. കീഴെ കുറിച്ച് വെച്ച്, മോനെ, അത്യാവശ്യം വരുമ്പം ദൈവത്തോട് പറയാൻ മടിക്കരുത്. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ സദാ ഉത്സുകലനാണ്. സ്വന്തം ദൈവം സ്വർഗം ബിയോ അയച്ചു കൊടുത്തു. 1 മാസം കഴിഞ്ഞു. പോസ്റ്റ്മാൻ കത്ത് തപ്പുമ്പോൾ ഒരു വീർത്ത കവർ, അഡ്രസ് ടു മിസ്റ്റർ ദൈവം, സ്വർഗം ബിയോ, ആകാശം വഴി, പുറം ഭൂലോകം. പോസ്റ്റ്മാന് മനസ്സിലായി, ഉദിഷ്ടകാര്യം സാധിച്ചതിൻ്റെ ഉപകാരസ്മരണ നന്ദിയായിട്ട് വരുന്നതായിരിക്കും. പൊട്ടിച്ചപ്പോൾ 2 കടലാസിൽ 4 പേജ് നീണ്ട കത്ത്. സ്നേഹബഹുമാനപ്പെട്ട ദൈവമേ, അമ്മ പറഞ്ഞു, നീ മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു എന്ന്. നീ മേഘമായി വെയിലായിട്ടൊക്കെ വന്നു, കൂടെ നിന്നു. മരുഭൂമിയിൽ പരിപാലിച്ചവനാണ് നീയെന്ന് അമ്മ വീണ്ടും പറഞ്ഞു തന്നു. നിൻ്റെ സ്വഭാവം എൻ്റെ അമ്മ പറഞ്ഞത്, ചോദിച്ചാൽ ഇരട്ടി, അല്ലെ ചോദിച്ചത് മുഴുവൻ. തീർച്ചയായിട്ടും നീ ഞാൻ ചോദിച്ച 200 രൂപ അയച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷേ കള്ള പോസ്റ്റ്മാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് 100 അയച്ചിട്ടുള്ളൂ. അവനെ മര്യാദയ്ക്കൊരു പാഠം പഠിപ്പിച്ചേക്കണം. നിൻ്റെ സ്വന്തം കൊച്ചുമോൻ ഒപ്പ്. കയ്യിലെ കാശും പോയി തെറി പാഴ്സലായിട്ട് പുറകെ പോരുക. ഇതാണ് പറയുക വിശ്വാസം. ദൈവം നടത്തി തരുന്നുള്ള വിശ്വാസം. പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം അതായിരുന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയൊക്കെ ദൈവമെന്ന പറയുക. ഈ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുക. അതുകൊണ്ടാണ് പിന്നീട് മോശ ചോദിച്ചു, നിൻ്റെ പേരെന്താ?
നിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പം ദൈവം പറഞ്ഞ പേരെന്താ? മോശേ, ഇത് ഞാനാകുന്നു, ഇത് ഞാനാകുന്നു. വേറൊരു പേരും പറഞ്ഞില്ല, ഇത് ഞാനാണ്. എന്താണ് ഞാൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മനുഷ്യനേറ്റവും പരിചയമുള്ളയാൾ ഞാൻ. ഇത് ഞാനാന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പരിചയമുള്ളത് ദൈവമാണ്. ആ വിശ്വാസത്തിലേക്ക് പടർത്തുക. പുറത്ത് നോക്കിക്കേ, പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അപ്പൻ 9:30 വന്ന് വരാന്തയിലെ കോളിമ്പെല്ലെ ഞെക്കുന്നു. ഭാര്യ ചോദിച്ചു, ഇതാരാ? ഉടനെ കെട്ടിയും റെഡി, നിൻ്റെ ഭർത്താവായ മിസ്റ്റർ മൈലപ്പറമ്പിൽ മാത്തുക്കുട്ടിയാണ് ഞാൻ. പറയേണ്ട ഒരു കാര്യമില്ല. എടി, ഇത് ഞാനാ. കാരണം ഭാര്യയ്ക്ക് ഏറ്റവും പരിചയം ഭർത്താവിൻ്റെ സ്വരമാണ്. 1-ാം ക്ലാസ് വിട്ടുവരുന്ന കുട്ടി കോളിംഗ് ബെല്ലടിക്കുന്നു. അമ്മ ചോദിച്ചു, ഇതാരാ? ഉടനെ പറയും, അമ്മയുടെ 3ാമത്തെ മോൻ 1-ാം ക്ലാസ് ബി പഠിക്കുന്ന ടോം കുട്ടനാണിത്. ഇത് ഞാനാ. അത്രയും പറഞ്ഞാൽ മതി. ഇപ്പം മനുഷ്യനേറ്റവും പരിചയമുള്ള പേര് ഇത് ഞാനാ. പ്രാർത്ഥിക്കുന്ന മനുഷ്യനേറ്റവും പരിചയമുള്ള പേരാ ദൈവം. ഇത് ഞാനാ. ഈ പരിചയത്തിലേക്കാണ് വിളിക്കുക. ഒറ്റ കാര്യം ചെയ്യുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നടത്തി തരുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. 2, സഹനത്തോടെ പ്രാർത്ഥിക്കണം. ത്യാഗത്തോടെ സഹനത്തോടെ പ്രാർത്ഥിക്കുക. അതാണ് യേശു പറയുക, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം. ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം. ത്യാഗം, സഹനം. ത്യാഗത്തോടും സഹനത്തോടും പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അതാണ് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. സാവൂൾ ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ ത്യാഗത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ സാവൂളിൻ്റെ കണ്ണിൽ നിന്നും ഒരു ചെതുമ്പൽ അടന്നു വീണു. പൗലോസായി പുനർജനിച്ചു. 50 നോമ്പിൻ്റെ കാലഘട്ടമൊക്കെ നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന കാലമാണ്. ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒത്തിരിയേറെ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കയ്പുള്ള ഭക്ഷണമൊക്കെ മനഃപൂർവ്വം നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കുന്നു. ത്യാഗത്തോടുള്ള പ്രാർത്ഥന. എവിടെയെല്ലാം ത്യാഗമുണ്ടോ അവിടെയെല്ലാം പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. പഴയകാല അച്ചായന്മാരും അമ്മച്ചിമാരും ഒരുപാട് ത്യാഗമെടുത്തു. പൗരസ്ത്യ പാരമ്പര്യങ്ങളിൽ 280 ദിവസങ്ങളോളം ഉപവാസത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. 10-80 ദിവസമാണ് പഴയകാല അമ്മച്ചിമാർക്കും മറ്റും ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നത്. ആ ത്യാഗത്തിൻ്റെ ഫലമാണ് നിങ്ങളും ഞാനുമൊക്കെ. ഇന്ന് നമ്മുടെ തലയിൽ കറുത്ത മുടി നിബിഡമായിട്ട് വളരുന്നെങ്കിൽ ത്യാഗത്തിൻ്റെ നരച്ച മുടികൾ നമ്മുടെ പുറകിലുണ്ട്. നമ്മുടെ വായിൽ കുമ്പളങ്ങ കുരു പോലെ പല്ല് നോക്കുമ്പോൾ ഒട്ടിയ മോണയുടെയും ചൊട്ടിയ കവിളിൻ്റെയും പീളയടിഞ്ഞ കൺപോളയുടെയും ചരിത്രം നമ്മുടെ പുറകിലുണ്ട്. ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുക. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പം. അതുകൊണ്ടാണല്ലോ എവിടെയെല്ലാം ത്യാഗമുണ്ടോ അവിടെയെല്ലാം അത്ഭുതമുണ്ട്. അതുകൊണ്ടാണ് പകരം സഹനം എന്നൊരു വാക്കുണ്ട്. പകരം സഹനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം മുതൽ 56-ാം അധ്യായം വരെ ഈ പകരം സഹനത്തിൻ്റെ ചിന്ത നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് പറയുക, അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ പാപങ്ങളായിരുന്നു, രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. പരനജ്ഞാനം ധ്യാനമന്ദിരത്തിൽ കുഞ്ഞുങ്ങൾ പരീക്ഷ ചെയ്ത ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ അമ്മമാർ വന്ന് 2 മണിക്കൂർ സമയം മണലിൽ മുട്ടുകുത്തി കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ പരീക്ഷയുടെ സമയത്ത് ഒരമ്മയെടുക്കുന്ന ത്യാഗം. ഒരു അമ്മ സഹിക്കുമ്പോൾ മക്കൾക്ക് മാറ്റം. ഒരു ഭാര്യ സഹിക്കുമ്പോൾ ഭർത്താവിന് മാറ്റം. ഒരു ഭർത്താവ് സഹിക്കുമ്പോൾ ഭാര്യയ്ക്ക് ചേഞ്ച്. വൈദികരുമൊക്കെ സമൂഹത്തിൽ സഹിക്കുമ്പോൾ സഭയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. പകരം സഹനം. അട്ടപ്പാടിയിൽ ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് ചെന്നപ്പം ഞാൻ കണ്ടു, ആദിവാസികളുടെ ഊരിൽ ഒരാദിവാസി തള്ള ക്ഷേത്രത്തിൻ്റെ 51 സ്റ്റെപ്പുകളിലൂടെ ഉരുണ്ടുരുണ്ടു പോകുന്നു. എന്തിനു വേണ്ടി? രോഗം വിട്ടുമാറാത്ത ഭർത്താവിൻ്റെ പരിപൂർണമായ രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു ഭാര്യയുടെ പകരം സഹനം. വേറൊരു സ്ത്രീ ക്ഷേത്രത്തിന് ചുറ്റും കവിളിൽ ഒരു ചെറിയ കുന്തത്തിൽ ശൂലത്തിൽ നാരങ്ങായും കുത്തി കവിളിലൂടെ കയറ്റി നടക്കുന്നു. മോൻ്റെ സർക്കാർ ജോലിക്ക് സ്ഥിര നിയമനം കിട്ടാൻ വേണ്ടി. ഒരു പകരം സഹനം ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും. ദൈവം നമ്മുടെ ശരീരത്തിലും ഒരു സഹനം തരും, ഒരു സഹനം. അപ്പം ആ സഹനം വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ആ സഹനം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഒരു ഫലമുണ്ട്. അതുകൊണ്ടാണ് കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, ദേഹത്തൽപ്പം വേദന സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പകരം സഹനം. ആ സഹനത്തിന് ഒരു പ്രത്യേക ഫലമുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 6 മുതൽ 10 വരെ വാക്യങ്ങളിൽ പൗലോസ്ലീഹ ഇങ്ങനെയാണ് പറയുക.
2 കൊരിന്ത്യർ 12 മുതൽ 10 വരെ. വെളിപാടുകളെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവമായ കർത്താവ് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ള് തന്നു. 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, യേശു നായക, ഈ മുള്ള് ഒന്ന് എടുത്തു മാറ്റാവോ? അവൻ പറഞ്ഞു, ആ മുള്ള് അവിടെ ഇരിക്കട്ടെ, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുത്തുക, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. ആ സഹനത്തോടെയാണ് പിന്നെ പൗലോസിൻ്റെ പ്രാർത്ഥന. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം, സഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും കൊച്ചു കൊച്ചു സഹനങ്ങൾ വരുമ്പോൾ എന്തോ അപ്രതീക്ഷിതമായതുപോലെ സംഭവിച്ചെന്ന് ഓർത്തേക്കല്ലേ. ഒരു കാര്യം ഓർത്തോണം, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സഹനം ദൈവം നമുക്ക് തരത്തുമില്ല. നമുക്ക് വഹിക്കാൻ പറ്റുന്ന സഹനമേതൊരു അതിനപ്പുറത്തേക്കില്ല, ഒരു പരിധിയുണ്ട്. എറണാകുളത്ത് നിന്നും ചാലക്കുടിക്ക് പോകുന്ന വഴിക്ക് എടപ്പള്ളി കഴിയുമ്പം വഴി സൈഡിൽ ഒരു ചെറിയ ഹോട്ടൽ കാണാം. പരമ്പ് കൊണ്ട് മറച്ച് ഓലയിട്ട് മേഞ്ഞ ഒരു ഹോട്ടൽ, അനേകർക്ക് ഇരിക്കാം. ആ ഹോട്ടലിൻ്റെ വാതിക്കൽ എഴുതി വച്ചിരിക്കുന്നു, അൺലിമിറ്റഡ് ഫുഡ് സർവീസ്, അൺലിമിറ്റഡ് ഫുഡ് സർവീസ്. കണക്കില്ലാത്ത ഭക്ഷണ ശുശ്രൂഷ ഇഷ്ടം പോലെ വിളമ്പിക്കൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് 11-നും 3 മണിക്കും ഇടയിലാണ് അവിടെ ഭക്ഷണം. അത് കഴിഞ്ഞാലില്ല. 25 രൂപയാണ് ഭക്ഷണത്തിന് കിട്ടുന്നത്. വെള്ളച്ചോറ്, വെള്ളമോര്, ഇഞ്ചി, ഉള്ളി, കരിവേപ്പില, മുളകൊക്കെ ഇട്ട നല്ല ഒന്നാന്തരം മോര്, പിന്നെ അല്പം മത്തിപ്പീര, ഒരു നാരങ്ങാച്ചാറിൻ്റെ തൊലിയുടെ ഇത്രയറ്റം, പിന്നെ ചെറിയ വെണ്ടയ്ക്ക, കോവയ്ക്ക, പയറുതോരൻ, എന്തെങ്കിലും ഒരു ഐറ്റം. 25 രൂപയേ ഉള്ളൂ. ഹോട്ടൽ അൺലിമിറ്റഡ് ഫുഡ് സർവീസ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആദ്യ റൗണ്ടിലെ കറിയുള്ളൂ, പിന്നെ ചോറ് മാത്രമേ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കണം തൊട്ട് ഈ മോര് തീരാതെ, ചാറ് തീരാതെ, തോരൻ തീരാതെ. അപ്പം എന്നാലും 25 രൂപയല്ലേ ഉള്ളൂ, ഇഷ്ടം പോലെ ചോറ് കിട്ടുമല്ലോ. 6-7 കോളേജ് പിള്ളേർ ഇടിച്ച് കയറി 5-6 റൗണ്ട് പിന്നെയും ചോറ് മേടിക്കുക. അപ്പം വിളമ്പുന്ന സപ്ലയർ ചോദിക്കുക, പൊന്നു മോനെ, അൺലിമിറ്റഡിനും ഇല്ലേടാ ഒരു ലിമിറ്റൊക്കെ? എത്രയായാലും ഉണ്ട് ഒരു ലിമിറ്റ്. എത്ര വലിയ സഹനത്തിനുമുണ്ട് ഒരു പരിധി, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുകയല്ല, അവിടെ കൊണ്ട് നിർത്തും. ഇപ്പം സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ശക്തി, സഹനത്തോടെ പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ശക്തി. അപ്പോൾ 1 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, 2 സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇനി ഷുഗറിൻ്റെയും മറ്റു വസ്തുതയുള്ളവരുടെ സഹനം എന്താ? എന്ത് ഭക്ഷണം കിട്ടിയാലും പരാതി പറയാതെ കഴിക്കുക, എന്നാ കിട്ടിയാലും പരാതി പറയാതെ കഴിക്കുക. ചില ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഈ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞാലേ സന്തോഷമുള്ളൂ. ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മ മരിച്ചിട്ട് 18 വർഷമായി. അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്നാ ഉണ്ടാക്കി കൊടുത്താൽ അപ്പൻ പരാതി പറയും. നല്ല സ്നേഹമാണ്, എന്നാൽ എന്തേലും പറഞ്ഞില്ലെങ്കിൽ ഒരു വെയിറ്റ് ഇല്ല എന്നാണ് അപ്പൻ്റെ തോന്നൽ. കറി ഒലത്തി കൊടുത്താൽ പറയും, എന്നാ ഒലത്താടി, കരിവേപ്പില കമന്ന് കിടക്കുന്നു, സവോള മലന്ന് കിടക്കുന്നു, കടുക് തലയും കുത്തി നിൽക്കുന്നു, ഇതാണോ ഒലത്ത്? അമ്മ മരിച്ചിട്ട് വർഷം 18. ജ്യേഷ്ഠൻ്റെ ഭാര്യ അപ്പനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്നാലും അവധിക്ക് ചെല്ലുമ്പോൾ എൻ്റെ മോനെ എന്നാക്കെ പറഞ്ഞാലും മോൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വായി വെച്ച് കൂട്ടാവുന്ന ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവളെന്നാ ഉണ്ടെങ്കിൽ ഒരു കങ്ങം പിടിച്ച പുകഞ്ഞ ചൊവ്വയാണ്. എന്നാക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ, എൻ്റെ അച്ചാമ്മയുടെ ഒലത്തായിരുന്നു ഒലത്ത്, ഇതെന്നാ ഒരു ഒലത്താ. ഈ ഒലത്തുന്ന സ്നേഹം പിടികിട്ടിയത് മരിച്ച് 18 വർഷം കഴിയുമ്പോഴാണ്. ഇപ്പം ചില ആൾക്കാർക്കുണ്ട് ഈ പരാതി, എന്തേലും പരാതി പറയുക, പരിഭവം പറയുക. സഹനമെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച് മുറുമുറുക്കാതിരിക്കുക, ഉള്ള വീടിനെക്കുറിച്ച് മുറുമുറുക്കാതിരിക്കുക, കിട്ടിയ ഭാര്യയെക്കുറിച്ച്, കിട്ടിയ ഭർത്താവിനെക്കുറിച്ച് പരിഭവമില്ലാതിരിക്കുക. ചിലർക്ക് പരിഭവമുണ്ട്, ചേട്ടാ എങ്ങനെയുണ്ട് മെമ്പർ നോക്കി, ആ വലിയ കുഴപ്പമില്ല, അല്പം കൂടെ കൂടി തന്നെ എവിടെ കണ്ടു വെച്ചിട്ടുണ്ട്, ഇത് വലിയ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഈ മീൻകറി, ആ കുഴപ്പമില്ല. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം കുഴപ്പമില്ല എന്നുള്ള വാക്കാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. അവിടെയാണ് പറയുക സഹിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ 1 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, 2 സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, 3 കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ക്രിസ്തു കരഞ്ഞു പ്രാർത്ഥിക്കുന്ന 2 രംഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം തീരുന്ന 2 വാക്യങ്ങളും 24-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ യേശു നെടുവീർപ്പിടുന്നു. മത്തായി സുവിശേഷം 23-ന്റെ അവസാന വാക്യങ്ങളിലും 24-ന്റെ 1-2 വാക്യങ്ങളിലും കാണാം യേശു നെടുവീർപ്പിടുന്നു. ഒലിവുമല ഇറങ്ങി വരുന്ന യേശു ബത്ഭഗയിൽ നിന്ന് അക്കരെയുള്ള ജെറുസലേം കുന്നിനെ നോക്കി പറഞ്ഞു, ജെറുസലേം ജെറുസലേം, പിടക്കോടി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻകിൽ ഒതുക്കുന്നത് പോലെ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ, നിനക്ക് ദുരിതം.
യേശുവിൻ്റെ കുരിശുമരണം കഴിഞ്ഞ് കൃത്യം 37 വർഷം കഴിഞ്ഞ് ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. ഒരിക്കൽ നെടുവീർപ്പിട്ട് കരഞ്ഞപ്പോൾ ഒരു മഹാനഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. പിന്നെ യേശു കരഞ്ഞത് വേദപുസ്തകത്തിൽ യോഹന്നാൻ 11:35, വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വചനം. യേശു കരഞ്ഞു. യേശു കരഞ്ഞു. സ്ഥലം ബെഥനിയ, ലാസറിൻ്റെ ശവകുടീരം. യഹൂദ പാരമ്പര്യത്തിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ 3-ാം ദിവസം വരെ അവന് ജീവൻ തിരിച്ചു വരാം. 4-ാം ദിവസം മാംസം അസ്ഥിയിൽ നിന്നും അഴുകി വേർപെടുന്ന 4-ാം ദിവസം ജീവൻ്റെ തുടിപ്പിൻ്റെ സമസ്ത സാധ്യതകളും അസ്തമിച്ച 4-ാം ദിവസം യേശു ലാസറിൻ്റെ ശവകുടീരത്തെങ്കിൽ വന്നു. അവിടെ നിന്ന് കരഞ്ഞു. അടുത്ത നിമിഷം മരിച്ച് മൺമറഞ്ഞ ലാസർ പ്രേതശീലകളാൽ ബന്ധിതനായി അഴുകാത്ത ശരീരത്തോടെ കല്ലറയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഒരിക്കൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഒരു നഗരം തകർന്നു വീണു. പിന്നൊരിക്കൽ കരഞ്ഞപ്പോൾ മരിച്ച മനുഷ്യൻ 4-ാം നാളിൽ അഴുകാത്ത ദേഹത്തോടെ ഉയർത്തു വരുന്നു. 2 വലിയ അത്ഭുതങ്ങൾ. പ്രപഞ്ചം പഠിപ്പിക്കുന്ന പാഠം, എവിടെയെല്ലാം കണ്ണുനീരുണ്ടോ അവിടെയെല്ലാം മാറ്റം വരുമെന്ന്. കണ്ണുനീരുണ്ടെങ്കിൽ മാറ്റം വരും, നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നേടാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് കുത്തിയിരുന്ന് കരഞ്ഞോണം. കാരണം പെണ്ണുങ്ങൾ കരഞ്ഞാൽ ആണുങ്ങൾ വീണുപോകും. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുകും. പെങ്ങൾ കരഞ്ഞാൽ ആങ്ങള അലിയും. മോള് കരഞ്ഞാൽ അപ്പൻ അയയും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് വീണുപോകും. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അരുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷേ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലെ ഇളക്കാൻ പറ്റിയല്ല. കാരണം എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടി എന്നാണ് വെപ്പം. ഇപ്പം വെള്ളം ഉള്ളിടത്ത് അരിച്ചിലുണ്ട്. പ്രപഞ്ചം പഠിപ്പിക്കുന്ന പാഠം അതല്ലേ. കാക്കക്കുഞ്ഞ് കരഞ്ഞോ തള്ളക്കാക്ക പറന്നു വന്ന് കൊത്തും. കോഴിക്കുഞ്ഞ് കരഞ്ഞോ തള്ളക്കോഴി കൊത്താൻ വരും. ആട്ടുംകുഞ്ഞ് കരഞ്ഞോ തള്ളയാട് കൊമ്പ് കുലുക്കും. പശുക്കിടാവ് കരഞ്ഞോ തള്ളപ്പശു കുത്താൻ ഓങ്ങും. ഇടിമുഴക്കം പോലും കേൾക്കാത്ത അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വരുമെങ്കിൽ, കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി കൊത്തുമെങ്കിൽ, പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കുത്തുമെങ്കിൽ, കുഞ്ഞ് കരഞ്ഞാൽ അമ്മ എഴുന്നേക്കുമെങ്കിൽ, ക്രൂശിതൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. കുർബാനയുടെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ തിരുവോസ്തിയിലെ തമ്പുരാൻ ഇറങ്ങി വരും. വേദപുസ്തകത്തിന് മുമ്പിലിരുന്ന് കരഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ദൈവം ഇറങ്ങി വരും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിരിക്കുന്നു. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലം. 4, നിലനിൽപ്പോടുകൂടി പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 7 വരെ. മനുഷ്യനെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ആര് കൂടുതൽ കൈക്കൂലി കൊടുത്തോ അവർക്ക് അനുകൂലമായി വിധി നടത്തി കൊടുത്തു. കാശ് കൊടുക്കാൻ കഴിവില്ലാത്തൊരു വിധവ വലിയ വായിലെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ക്രൂരനായ ന്യായാധിപൻ മനസ്സ് മാറ്റി അവൾക്ക് നീതി നടത്തി കൊടുത്തു. ക്രിസ്തു പറയുന്നു, ക്രൂരനായ ന്യായാധിപൻ മനസ്സ് മാറ്റിയെങ്കിൽ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായി തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പം ജീവിതത്തിൽ നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം. യേശു പറയുന്നത് കോടതിയുടെ ഉപമയാണ്. കാരണം കർത്താവിന് പോലും അറിയാം ഒരു കാര്യം നടക്കാൻ നീണ്ട കാലമെടുക്കുന്നത് കോടതിയിലാണ്. അത് ക്രിസ്തുവിൻ്റെ കാലത്തും അതെ, ഇന്നും അതെ. അതുകൊണ്ട് കോടതിയുടെ ഭാഷ തന്നെ ന്യായം കിട്ടാൻ അന്യായം ഫയൽ ചെയ്യണം എന്നാണ്. ഏറ്റവും ഭയങ്കര അന്യായം നടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഒരു സിവിൽ കേസും മറ്റും വിധി വരണമെങ്കിൽ എത്ര നാൾ കാത്തിരുന്നാലാ? ഒരായുഷ്കാലം മുഴുവൻ പ്രോപ്പർട്ടി കേസും മറ്റും വന്നു കഴിഞ്ഞാൽ എത്ര നാൾ കാത്തിരുന്നാലാ? ഈയിടെ 75 വയസ്സുള്ള ഒരു ചേട്ടനെ കോടതി ശിക്ഷിച്ചു. ശിക്ഷ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോളേജിൽ പോയ പെൺപിള്ളാരെ കമൻ്റ് അടിച്ച പൂവാലം പണിക്ക് 3000 രൂപയും 2 ദിവസത്തെ തടവും. ജഡ്ജി പറഞ്ഞു ഷഷ്ടിപൂർത്തി വരെ കമൻ്റ് അടിക്കുന്നത് സഹിക്കാം, പക്ഷേ 75 കമൻ്റ് അടിച്ചത് മഹാമോശമായിപ്പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, കാര്യം അറിയാതെ എന്നെ പരിഹസിക്കരുത്. കമൻ്റ് അടിച്ചത് 25-ാം വയസ്സിലാണ്, ശിക്ഷ വന്നപ്പം വയസ്സ് 75 ആയതാണ്. ഏറ്റവും കൂടുതൽ നീണ്ട കാലം എടുക്കും. അവിടെയാണ് പറയുക, കോടതിയിൽ ഒരു കാര്യം നടത്തി കിട്ടാൻ വേണ്ടി നീണ്ട കാലം എടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിലും ഒരു കാര്യം നടത്താൻ അല്പകാലം കാത്തിരിക്കണം. തമ്പുരാൻ്റെ സ്വഭാവം അതാ. 2013
ഫെബ്രുവരി 15-ാം തീയതി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നത് 2038 മെയ് മാസം 3-ാം തീയതി ആയിരിക്കും. ചിലപ്പോൾ നീണ്ട കാലം കാത്തിരിക്കണം. ചിലർ പ്രാർത്ഥിച്ചാൽ ഉടനടി കിട്ടും, ചിലർക്ക് പ്രാർത്ഥിച്ചാൽ ഒട്ടും കിട്ടിയില്ലെന്നിരിക്കും, ചിലപ്പം കൂടുതൽ കിട്ടിയെന്നിരിക്കും. അത് നിരാശപ്പെടരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആലുവായിൽ ഒരു മിണ്ടാമടം എന്നൊരു സ്ഥലമുണ്ട്, മുള്ളുമടം. 22 സിസ്റ്റേഴ്സ്, അധികം വർത്തമാനം പറയില്ല, അവർ പണിയും പ്രാർത്ഥനയും തന്നെ. 5 ദിവസം ധ്യാനിപ്പിച്ചു. 5-ാം ദിവസം പോരാൻ നേരത്ത് മഠത്തിലെ മദർ പറഞ്ഞു, അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്നാ ചെയ്യേണ്ടത്? അച്ഛൻ പോകുന്നതിന് മുമ്പ് മഠത്തിൻ്റെ മുറ്റത്ത് ഒരു ബന്ധന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പോകണം. ഞാൻ ചോദിച്ചു, എന്നതാ ബന്ധിക്കേണ്ടത്? എൻ്റെ അച്ഛ, മഠത്തിൻ്റെ മുറ്റത്ത് ഒരു നീലമ്മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ അണ്ടിയിലെല്ലാം വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമാന വണ്ടുകളെയും അച്ഛൻ മുൻകൂട്ടി ബന്ധിച്ചിട്ട് പോകണം. ബന്ധന പ്രാർത്ഥനയുടെ പുസ്തകം തന്നു, ഉറാല കരുത്തലിടാൻ തന്നു, പ്ലാസ്റ്റിക് പാത്രത്തിൽ ആശീർവദിച്ച വെള്ളവും തന്നു മാവെ തളിക്കാനായിട്ട്. ഞാൻ മാവിൻ്റെ മൂട്ടിൽ നിന്നു, മദർ എന്നെ മുട്ടി നിന്നു, മറ്റുള്ള കന്യാസ്വാമിയുടെ വട്ടം നിന്നും. എല്ലാവരും നോക്കി നിൽക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ആമേൻ. സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവേ, ഈ നീലം മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാടെ അണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമാന വണ്ടുകളെയും നീ ബന്ധിക്കണേ, എപ്പോഴും എപ്പോഴും എന്നേക്കുവാമൻ. ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു കമത്ത്. വിശുദ്ധ ജലത്തിൽ മാവ് മടിയിൽ കുളിച്ചതുപോലെ നനഞ്ഞു നിന്നു. ഞാൻ പാലായിലേക്ക് പോന്നു. 1 മാസം കഴിഞ്ഞ് മഠത്തിലെ മദറിൻ്റെ കത്ത്, ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാനത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വണ്ടുകളെ ബന്ധിച്ചു പോയതിൻ്റെ 10-ാം ദിവസം ശക്തമായ ഒരു തിലാമഴയും കാറ്റും വന്നു. മാവ് മൂടെ ഒടിഞ്ഞു പോയി. ഇനി അണ്ടിയില്ല, വണ്ടിയുമില്ല, ബന്ധിക്കാൻ വകുപ്പുകൾ ഒന്നുമില്ല. എങ്കിലും നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. ഓർത്തനേക്കാൾ കൂടുതൽ കിട്ടിയാലും പ്രതീക്ഷ. ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം, നിലനിൽപ്പോടുകൂടി പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് ചിന്തകളെ അവസാനിപ്പിക്കാം. യേശു പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ എളിമയോടുകൂടി പ്രാർത്ഥിക്കണം. എളിമയോടുകൂടി പ്രാർത്ഥിക്കണം. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ച പരിസേയൻ, എളിമയോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ. പരിസേയൻ അഹന്തയോടെ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ എളിമയോടെ പ്രാർത്ഥിച്ചു. യേശു പറഞ്ഞു, അഹന്തയോടെ പ്രാർത്ഥിച്ച പരിസേയൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എളിമയോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ക്രിസ്തു കേട്ടു എന്നാണ് പറയുക. എളിമ എന്താണ്? എളിമ, നീ എത്രത്തോളം ഉന്നതനാണോ അത്രയും നിന്നെ തന്നെ താഴ്ത്തുക. നമ്മൾ അച്ഛന്മാരോട് പ്രാർത്ഥന ചോദിക്കണം, സിസ്റ്റേഴ്സിനോട് പ്രാർത്ഥന ചോദിക്കണം, പ്രായമായ കാരണവന്മാരോട് പ്രാർത്ഥന ചോദിക്കണം. നമ്മുടെ ചില നിയോഗം വിശ്വാസമുള്ള ചിലരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കണം. അത് എളിമയാണ്. ഒരാളോട് പ്രാർത്ഥന ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എനിക്കെന്തോ കുറവുണ്ട്, നിനക്കല്പം കൂടി യോഗ്യതയുണ്ടല്ലോ, ചോദിച്ചാൽ ദൈവം തരും. അതുകൊണ്ടാണ് ആരോടെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവർ മറന്നാലും കാണുന്ന ദൈവം നമുക്ക് ഉത്തരം തരും. പ്രാർത്ഥന ഏറ്റവരും മറക്കാം, പക്ഷെ നമ്മുടെ വിനയം ദൈവം കണ്ടു, ഉടനെ ഉത്തരം തന്നു തുടങ്ങും. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ 2-ാം ശനിയാഴ്ചകളിൽ അവിടെ വലിയ ഒരു ധ്യാനമുണ്ടായിരുന്നു. ഒരു 2-ാം ശനിയാഴ്ച എല്ലാവരും ധ്യാനപ്രസംഗം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 3:30 കഞ്ഞിയും പയറും ഒക്കെ കഴിച്ച് പോയി കഴിയുമ്പം 60 വയസ്സ് പ്രായം വരുന്ന ഒരു സഹോദരി പള്ളിയുടെ വാതിക്കൽ ദുഃഖത്തോടെ കുത്തിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി അമ്മച്ചി? എൻ്റെ അച്ഛ, കെട്ടിയവൻ അബുദാബിയിലാണ്, അറബി ക്രൂരനാണ്. ഇപ്പോൾ 85,000 ഇന്ത്യൻ രൂപ ഇനിയും അറബി കൊടുത്തു തീർക്കാനുണ്ട്. ഇതുപോലൊരു പ്രാർത്ഥന ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ കെട്ടിയവൻ പറഞ്ഞെടി, അച്ഛനോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിപ്പിച്ചേ. ഈ 30 ദിവസത്തിന് അടുത്ത 2-ാം ശനിയാഴ്ചയ്ക്കകം ഈ 85,000 കിട്ടിയാൽ അതിൻ്റെ 10-1 8,500 രൂപ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് തരാമെന്ന് കെട്ടിയവൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണം കേട്ടോ, ഇത്രയും പൈസ കിട്ടുന്ന കാര്യമാണ്. അച്ഛന്മാർക്ക് പോലും അറിയാം, പൈസയുടെ വാഗ്ദാനം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പവർ കൂടും. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. 100 കൂട്ടം ബഹളങ്ങൾക്കിടയിൽ ആ വിഷയമേ ഞാൻ മറന്നുപോയി. പിറ്റേ 2-ാം ശനിയാഴ്ച എല്ലാവരും ധ്യാനവും കഴിഞ്ഞ് പോകുമ്പോൾ ഈ അമ്മച്ചി ഒരു ചെറിയ ചിരിയുമായി ദേറാടെ മുറ്റത്തുള്ള നെല്ലിയുടെ തറയിൽ കുത്തിയിരിക്കുന്നു. എനിക്കൊരു കഴിഞ്ഞ മാസം പറഞ്ഞ കാര്യം അപ്പോഴാണ് ഓർമ്മ വന്നത്. എനിക്കൊരു പമ്മലെ ജാളിത. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് സഹോദരി, അറബിക്ക് മാറ്റം വല്ലതും വന്നു? എൻ്റെ അച്ഛ വന്നോന്ന് അച്ഛനോട് പറഞ്ഞിട്ട് എൻ്റെ 10-ാം ദിവസം അറബി 85,000 രൂപ തീർത്തു കൊടുത്തു.
ഇന്ന് രാവിലെ കെട്ടിയോൻ പറഞ്ഞെടി അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം കിട്ടിയത്, അതുകൊണ്ട് 8500 അച്ഛന് കൊടുത്തേക്കണം. ഉണ്ടച്ചാന്നും പറഞ്ഞ് വീർത്ത മടിയിൽ നിന്നും പ്ലാസ്റ്റിക് കൂടിൽ പൊതിഞ്ഞ് വെച്ച 100ൻ്റെ 85 നോട്ട്, മത്തിയുടെ ചെതുമ്പിലും അയലയുടെ ഉളുമ്പുമുള്ള നോട്ട് വിടർത്തി കയ്യിലേക്ക് തന്നു. കാശല്ലേ, മേടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തന്നേരെ, ഇനിയും പ്രശ്നം വരുമ്പം എന്നോട് തന്നെ പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. പ്രാർത്ഥന ഏറ്റ ഞാൻ മറന്നാലും അത് കണ്ട ദൈവം മറക്കുകയില്ല. അവിടെയാണ് പറയുക, നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ശിഷ്യന്മാരെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മംഗളദൂത് മംഗളവാർത്ത കേട്ടു. വിശുദ്ധ എസ്തപ്പാനോസ് പ്രാർത്ഥിച്ചപ്പോൾ സൂര്യനെ പോലെ മുഖം ശോഭിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം. പ്രകാശിക്കുന്ന അപ്പനായി, അമ്മയായി, അച്ഛനായി, സിസ്റ്ററായി, മകനായി, മകളായി അവൻ്റെ സഭയിൽ അവനെ മഹത്വപ്പെടുത്താം. ആ കൃപയിൽ ജീവിക്കുവാനുള്ള വരം ലഭിക്കുവാൻ നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.